അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തു വന്നത് കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ വിവിധ ഘട്ടങ്ങളാണ്. അപ്പോൾ ഗലീലയിലെ, അതായത് രണ്ടാം ഘട്ടത്തിലുള്ള കർത്താവിൻ്റെ പ്രവർത്തനം, ഗലീലയിലുള്ള പ്രവർത്തനം ഏതാണ്ട് 1.5 വർഷക്കാലം നീണ്ടു നിന്നതായിട്ടാണ് നമ്മൾ ആദ്യ ഭാഗത്ത് അതിനെപ്പറ്റി പറഞ്ഞ സമയത്ത് പറയുകയുണ്ടായി. അതിനെ വളരെ ചുരുക്കമായിട്ട് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ, ആ 1.5 വർഷത്തെ പ്രവർത്തനത്തിൽ ആദ്യത്തെ 1 വർഷം കർത്താവിന് വളരെ പോപ്പുലാരിറ്റി ലഭിച്ച ഒരു വർഷമായിരുന്നു. ജനക്കൂട്ടം വളരെ ആവേശത്തോടുകൂടി കർത്താവിൻ്റെ വാക്ക് കേൾക്കുകയും കർത്താവിൻ്റെ പിന്നാലെ വരികയും ഒക്കെ ചെയ്ത ആദ്യത്തെ 1 വർഷം വളരെ ഊർജ്ജസ്വലമായിട്ട് ആളുകൾ കർത്താവിനെ സ്വീകരിച്ചു. എന്നാൽ രണ്ടാമത്തെ ആ ഘട്ടം വരുമ്പോൾ, അതായത് ഈ 1 വർഷം കഴിഞ്ഞിട്ട് പിന്നീടുള്ള 6 മാസം വരുമ്പോഴേക്കും, അല്ലെങ്കിൽ ഈ 1 വർഷം കഴിയാറാവുമ്പോഴേക്കും കർത്താവിന് വലിയ എതിർപ്പ് അവിടെ നേരിടുവാനായിട്ട് ഇടയായി. വലിയ ശത്രുത ഉണ്ടാകുന്നു, ജനങ്ങൾ അവനെ വിട്ടുപോകുന്നു. അപ്പോൾ ആദ്യത്തെ 1 വർഷം ഉണ്ടായിരുന്ന പോപ്പുലാരിറ്റി വളരെ ഗണ്യമായിട്ട് കുറയുകയും ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരുപാട് ആളുകൾ കർത്താവിനെ വിട്ടുപോകുവാനായിട്ടൊക്കെ തുടങ്ങുന്നു. പിന്നീട് കർത്താവ് എന്ത് ചെയ്തു? ഗലീലയോട് പെരിയ യാത്ര പറഞ്ഞിട്ട് യെരുശലേമിലേക്ക്, യഹൂദയിലേക്ക് യാത്ര ചെയ്യാനായിട്ട് തുടങ്ങി. ഏതാണ്ട് 6 മാസത്തോളം കർത്താവ് ആ യാത്രയിലാണ് ആയിരിക്കുന്നത്. ആ സമയത്ത് ബെഥാന്യയിലെ, യഹൂദിയയിലെ, പെരിയ എന്നുള്ള പ്രദേശങ്ങളിലൂടെയൊക്കെ കർത്താവ് സഞ്ചരിക്കുകയും ഏതാണ്ട് 6 മാസം എടുത്താണ് ഈ ഇടങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുകയും ചെയ്യുന്നത്. ആ സഞ്ചാരത്തിന്റെ ഇടയിൽ വീണ്ടും കർത്താവ് തന്റെ ശുശ്രൂഷ തുടരുകയും രോഗികളെ സൗഖ്യമാക്കുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യെരുശലേമില് കർത്താവിന് വലിയ സ്വീകരണമൊന്നും ലഭിക്കുന്നില്ല. അവിടെയും വലിയ എതിർപ്പുകൾ ഉണ്ടാകുന്നു. കർത്താവ് ഈ യാത്രയുടെ ഇടയിൽ തന്നെയും അതിൻ്റെ മുൻപുമൊക്കെ ആയിട്ട് ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പും കൊടുക്കുന്നുണ്ട്. യെരുശലേമിലേക്ക് പോകുന്നത്, യെരുശലേമിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ കാത്തിരിക്കുന്നത് പീഡാനുഭവവും മരണവും ഒക്കെയാണ് എന്ന് കർത്താവ് ശിഷ്യന്മാർക്ക് സ്പഷ്ടമായിട്ട് ഈ യാത്രയുടെ ആരംഭത്തിൽ തന്നെ അവരോട് പറയുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ പറഞ്ഞു, ഈ കർത്താവിൻ്റെ രണ്ടാം ഘട്ട പരസ്യ ശുശ്രൂഷയിൽ അതിൻ്റെ 1 വർഷം കഴിയാറായപ്പോഴത്തേക്കും ഒരുപാട് ജനങ്ങൾ അവനെ വിട്ടുപോവുകയും ഒരുപാട് ശത്രുക്കൾ അവന് ഉണ്ടാവുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആരൊക്കെയായി ശത്രുക്കൾ എന്ന് നമ്മൾ പൊതുവെ പറയുന്നത്? അതിൻ്റെ അകത്ത് പരീശന്മാരുണ്ട്, ശാസ്ത്രിമാരുണ്ട്, സാദൂക്യരുണ്ട്, പുരോഹിതന്മാരുണ്ട്. ഈ 4 കൂട്ടരെയാണ് ഒറ്റ വാക്കിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുക. അതിനോട് ചേർന്ന് ഹെരോദാവിൻ്റെ ആളുകളുണ്ട്, റോമാക്കാരുടെ ആളുകളുണ്ട്. എന്നാൽ പ്രധാനമായിട്ടും കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ എതിർപ്പ് നേരിട്ടത് ഈ 4 കൂട്ടരിൽ നിന്നാണ്. പരീശന്മാരിൽ നിന്നും, ശാസ്ത്രിമാരിൽ നിന്നും, സാദൂക്യരിൽ നിന്നും, പുരോഹിതന്മാരിൽ നിന്നും ഒക്കെയാണ് കർത്താവിന് വലിയ എതിർപ്പ് നേരിടേണ്ടതായിട്ട് വന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് കർത്താവിന് ഇവരിൽ നിന്ന് എതിർപ്പ് നേരിടേണ്ടി വന്നത് എന്നത് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പോൾ ന്യായപ്രമാണം, നമ്മൾ ഈ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒക്കെ ഒരുപോലെ കാണുന്ന ഒരു വാക്കാണ് ന്യായപ്രമാണം. അപ്പോൾ വേദപുസ്തകത്തിൽ ഈ ന്യായപ്രമാണം എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിന് 3 അർത്ഥതലങ്ങളുണ്ട്. 3 സാഹചര്യങ്ങളിൽ ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് തുടർന്ന് ഇവരെന്തുകൊണ്ടാണ് കർത്താവിനെ എതിർത്തത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒന്ന്, ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് 10 കൽപ്പനകളെയാണ്. അതിൻ്റെ കോറാണ്. മോശയിലൂടെ ദൈവം നൽകിയ 10 കൽപ്പനകളെ, ഡെക്കലോഗ് എന്ന് പറയുന്നത്, അതിനെയാണ് ന്യായപ്രമാണമെന്ന് ഉദ്ദേശിക്കുന്നതിൽ ഒരു കാര്യം. ന്യായപ്രമാണം അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ കാര്യം, വേദപുസ്തകത്തിൽ മോശയുടെ പുസ്തകങ്ങൾ എന്നറിയപ്പെടുന്ന ആദ്യത്തെ 5 പുസ്തകങ്ങളെക്കുറിച്ചും ഈ ന്യായപ്രമാണം എന്ന് തന്നെയാണ് പറയാറുള്ളത്. അതായത് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ഇതിനെ പഞ്ചഗ്രന്ഥങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അത് മോശ എഴുതിയതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ 5 പുസ്തകങ്ങളെയും ഇതേ പേര് തന്നെയാണ് പറയുന്നത്. എന്താണ്? ന്യായപ്രമാണം എന്ന പേര് തന്നെയാണ്. മൂന്നാമത് ഒരർത്ഥം കൂടി ആ വാക്കിനുണ്ട്. അതാണ് ശാസ്ത്രിമാരുടെ ഉപദേശങ്ങളുടെ വിപുലമായ സമാഹാരം ഉൾക്കൊള്ളുന്ന പാരമ്പര്യങ്ങൾ സംബന്ധിച്ച്. ശാസ്ത്രിമാരെന്ത് ചെയ്യുന്നു? ഈ ന്യായപ്രമാണത്തെയും ഈ പഞ്ചഗ്രന്ഥങ്ങളെയും ഈ 10 കൽപ്പനകളെയും ഒക്കെ വിശദമായിട്ട്, വളരെ വലുതായി വിശദമായി ഇന്റർപ്രറ്റ് ചെയ്തിട്ട് അവരതിൽ നിന്നും പുതിയ പുതിയ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കി, പാരമ്പര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇതിനെ ഈ ശാസ്ത്രിമാരുണ്ടാക്കിയെടുത്ത്, ഇതിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത വളരെ ദീർഘമായ നിയമങ്ങളെയും പാരമ്പര്യങ്ങളെയും ഒക്കെ ഇതേ ന്യായപ്രമാണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ 3 തരത്തിലാണ് ന്യായപ്രമാണം എന്ന വാക്ക്
വേദപുസ്തകത്തിൽ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം ന്യായപ്രമാണം അത് ദൈവം കൊടുത്തതായതുകൊണ്ട്, മോശയിലൂടെ ദൈവം കൊടുത്തതായതുകൊണ്ട് ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും ന്യായപ്രമാണം വിശുദ്ധമാണ് എന്ന് യഹൂദന്മാര് കരുതിയിരുന്നു. യഹൂദന്മാരുടെ ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള വിശ്വാസം കുറേയേറെ വിചിത്രമായിട്ട് ഒരുപക്ഷെ നമുക്ക് തോന്നാം. അവർ കരുതിയിരുന്നത് ദൈവം സകലവും സൃഷ്ടിക്കുന്നതിന് മുൻപ്, ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിനും 2000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ന്യായപ്രമാണം ദൈവം സൃഷ്ടിച്ചിരുന്നു എന്ന് യഹൂദന്മാർ വിശ്വസിക്കുന്നുണ്ട്. ലോകം സൃഷ്ടിക്കുന്നതിന് 2000 വർഷം മുൻപ് ന്യായപ്രമാണം ദൈവം സൃഷ്ടിച്ചിരുന്നുവെന്ന് യഹൂദന്മാർക്കൊരു വിശ്വാസമുണ്ടായിരുന്നു. അതുപോലെ അവരുടെ മറ്റൊരു വിശ്വാസമായിരുന്നു, ലോകം അവസാനിച്ചു കഴിഞ്ഞാലും എന്ത് നിലനിൽക്കും? ന്യായപ്രമാണം ലോകം അവസാനിച്ചതിന് ശേഷവും നിലനിൽക്കും എന്ന് അവര് വിചാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ മറ്റു വിചിത്രമായ ഒരു വിശ്വാസമായിരുന്നു, ദൈവവും ന്യായപ്രമാണം പഠിക്കുകയാണ് എന്നുള്ളത്. ഒരു ദിവസത്തിന് ഡേ ടൈം 12 മണിക്കൂറായിട്ടാണ് കണക്കാക്കുന്നത്. യഹൂദന്മാരുടെ ആ ഒരു സമയക്രമത്തിൽ പ്രഭാതം മുതൽ 12 മണിക്കൂറാണ്, സന്ധ്യ വരെ ഉള്ള 12 മണിക്കൂറാണ് ഡേ ടൈമായിട്ട് കണക്കാക്കുന്നത്. ഈ ഡേ ടൈമിൽ അതിൻ്റെ 12 മണിക്കൂറിൽ ആദ്യത്തെ 3 മണിക്കൂർ ദൈവം ന്യായപ്രമാണം പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്നു എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ഒരു ദിവസത്തിൽ 12 മണിക്കൂർ ഉണ്ടല്ലോ, അതിൽ ആദ്യത്തെ 3 മണിക്കൂർ പരിശുദ്ധനായവൻ, ദൈവത്തെ പറ്റി പറയുന്നതാണ്, പരിശുദ്ധനായവൻ ഇരുന്ന് ന്യായപ്രമാണം പഠിക്കുന്നു എന്നായിരുന്നു ആരുടെ ധാരണ? യഹൂദന്മാരുടെ ധാരണ. ന്യായപ്രമാണത്തിൽ നമുക്കറിയാം, ദൈവം നൽകിയ, മോശയിലൂടെ നൽകിയ ന്യായപ്രമാണത്തിൽ വളരെ ധാർമ്മികമായ മൂല്യങ്ങൾ, നല്ല ഒരുപാട് കാര്യങ്ങൾ ദൈവം അതിലൂടെ ജനത്തിന് നൽകുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഈ നന്മകളെല്ലാം അതിൻ്റെ ഉള്ളിൽ ഉള്ളപ്പോഴും ശാസ്ത്രിമാരും പരീശന്മാരും അതുകൊണ്ട്, അതിൻ്റെ വാല്യൂസ് കൊണ്ട്, എത്തിക്കൽ വാല്യൂസ് കൊണ്ടോ മൂല്യങ്ങൾ കൊണ്ടോ ശാസ്ത്രിമാരും പരീശന്മാരും തൃപ്തിപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഇപ്പൊ ന്യായപ്രമാണം വളരെ ചെറിയ, ദൈവം നൽകിയ 10 കൽപ്പനകൾ നോക്കുകയാണെങ്കിൽ ചെറിയൊരു പോർഷനാണ്. അല്ലെങ്കിൽ മോശയുടെ 5 പുസ്തകങ്ങൾ നോക്കുകയാണെങ്കിലും അത്രയേ ഉള്ളൂ. എന്നാൽ ഇതുകൊണ്ട് തൃപ്തി വരാതെ പരീശന്മാരും ശാസ്ത്രിമാരും എന്ത് ചെയ്തു? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കാം, എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് ഇന്റർപ്രറ്റ് ചെയ്തു. ഈ ന്യായപ്രമാണത്തെ ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ട് വലിയ നിയമസംഹിതകൾ അതിൽ നിന്നും ഡെവലപ്പ് ചെയ്തെടുക്കുവാനായിട്ട് ശ്രമിച്ചു. വിഭിന്നമായ സാഹചര്യങ്ങളിൽ ഒരു മനുഷ്യൻ വർത്തിക്കേണ്ടത് എങ്ങനെയെന്ന് വിധിക്കുന്ന വിശദമായ ചട്ടങ്ങൾ ന്യായപ്രമാണത്തെ അടിസ്ഥാനമാക്കി നിർമ്മിക്കുന്നതിന് ആര് ശ്രമിച്ചു? പരീശന്മാരും പ്രധാനമായും ശാസ്ത്രിമാരുമൊക്കെ ശ്രമിച്ചു. ഇങ്ങനെ ഈ ദൈവം നൽകിയ ന്യായപ്രമാണത്തെ അടിസ്ഥാനമാക്കി വളരെ വിപുലമായ ഒരു ലോ കോഡാണ്, നിയമസംഹിതയാണ് അതിൽ നിന്നും ഇവരുണ്ടാക്കിയെടുക്കുവാനായിട്ട് ശ്രമിച്ചത്. പ്രത്യേകിച്ച് മർക്കോസിന്റെ സുവിശേഷത്തിൽ പൂർവന്മാരുടെ സമ്പ്രദായം എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. കർത്താവ് അതിനെ ലംഘിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണം ഉണ്ടാവുന്നുണ്ട്. ഈ പൂർവന്മാരുടെ സമ്പ്രദായം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിനെയാണ്. ന്യായപ്രമാണത്തെ ബേസ് ചെയ്തുകൊണ്ട് ശാസ്ത്രിമാരും പരീശന്മാരും ഉണ്ടാക്കിയ ഈ വലിയ നിയമങ്ങളെയും ഡൂസ് ആൻഡ് ഡോൺസ്, ചെയ്യാനും ചെയ്യാൻ പാടില്ലാത്തതുമായ ഈ വലിയ നിയമാവലികളെയാണ് പൂർവന്മാരുടെ സമ്പ്രദായം എന്ന് അവിടെ സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ AD, അതായത് കർത്താവിന് ശേഷമുള്ള 3-ാമത്തെ നൂറ്റാണ്ടിൽ, AD 300, 200 to 300 ആ കാലഘട്ടത്തിന്റെ അതിന്റെ മധ്യഘട്ടത്തിലാണ് ഈ പാരമ്പര്യങ്ങൾ എഴുതപ്പെടുന്നത്. അതുവരെ ഈ പരീശന്മാരും ശാസ്ത്രിമാരും ഈ നിയമങ്ങളെല്ലാം ഉണ്ടാക്കി അത് കാണാതെ പഠിക്കുകയും അടുത്ത ജനറേഷനെ അത് പഠിപ്പിക്കുകയുമാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് അവരിതെല്ലാം മെമ്മറൈസ് ചെയ്ത് വെക്കുകയായിരുന്നു, എഴുതി വെക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ AD 300 അടുപ്പിച്ചാണ് ഇവരിത് എഴുതി വെക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങനെ അത് എഴുതിയതിന്റെ പേരാണ് മിഷ്ന എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അത് ഈ റിട്ടേൺ ഫോമാണ്. ക്രിസ്താബ്ദം 3-ാം ശതാബ്ദത്തിൽ, അതായത് AD 3rd century AD, അതിന്റെ മധ്യഘട്ടത്തിൽ ഈ പാരമ്പര്യങ്ങൾ സംക്ഷിപ്തമായി രേഖപ്പെടുത്തി എഴുതി അതിനെ മിഷ്ന എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഈ മിഷ്നയെ പറ്റി പറയുന്നത് 63 ചെറിയ പുസ്തകങ്ങൾ ചേരുന്നതാണ് മിഷ്ന എന്ന് പറയുന്നു. ഇന്നത്തെ കണക്കിന് ഇവയെല്ലാം കൂടി 800 പേജുള്ള ഒരു പുസ്തകത്തിന് തുല്യമായിട്ടുള്ള വലിപ്പം വരും. ഏതാണ് ദൈവം നൽകിയ ചെറിയ ന്യായപ്രമാണത്തെ വ്യാഖ്യാനിച്ച് അതിൽ നിന്നും ഉണ്ടാക്കിയ നിയമങ്ങളെ പറ്റിയാണ് പറയുന്നത്. മിഷ്ന ഏതാണ്ട് 63
ചെറിയ പുസ്തകങ്ങൾ ചേരുന്നതാണ് ഈ മിഷ്ന. എന്നാൽ അതുകൊണ്ടും ശാസ്ത്രിമാർക്ക് തൃപ്തി വരുന്നില്ല. അവരെന്ത് ചെയ്യുന്നു? മിഷ്നയിലെ പുസ്തകങ്ങൾക്ക്, ഈ 63 പുസ്തകങ്ങൾ ചേർന്നിട്ടുള്ള മിഷ്നയിലെ ഈ ഓരോ പുസ്തകത്തിനും വീണ്ടും അവർ ഇന്റർപ്രിട്ടേഷൻസ് എഴുതുവാനായിട്ട് ശ്രമിച്ചു. അതിനെയാണ് തൽമൂദ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് വാക്കുകൾ ഓർത്തിരിക്കണം, മിഷ്ന അതുപോലെ തൽമൂദ്. മിഷ്നയുടെ ഓരോ പുസ്തകത്തിനും നൽകുന്ന ഇന്റർപ്രിട്ടേഷനെയാണ് തൽമൂദ് എന്ന് പറയുന്നത്. തൽമൂദ് തന്നെ 2 തരമുണ്ട്. അതിൽ യെരുശലേം തൽമൂദ് 12 വോളിയമുള്ള യെരുശലേം തൽമൂദും 64 വോളിയമുള്ള ബാബിലോണിയ തൽമൂദും, ഇങ്ങനെ തൽമൂദുകൾ തന്നെ 2 തരത്തിൽ രൂപപ്പെടുവാനായിട്ട് ഇടയായി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? 10 കൽപ്പനകൾ അടങ്ങിയ ചെറിയ ഒരു ഭാഗത്തെ ശാസ്ത്രിമാർ അതിനെ വിശദീകരിച്ച് അതിൽ നിന്ന് നിയമങ്ങൾ ഉണ്ടാക്കി ഒരു വലിയ ലൈബ്രറിക്ക് തുല്യമായ അനുഭവമാക്കി മാറ്റുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ശാസ്ത്രിമാരുടെ പ്രധാന തൊഴിലെന്ന് പറയുന്നത് എന്താണ്? ശാസ്ത്രിമാരുടെ പ്രധാന തൊഴിൽ ഈ ന്യായപ്രമാണം പകർത്തി എഴുതുക, ഇത് പഠിക്കുക, പഠിപ്പിക്കുക, വ്യാഖ്യാനിക്കുക. ഇതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ന്യായപ്രമാണത്തിൽ ശബത്തിനെ സംബന്ധിച്ച് മോശയുടെ പുസ്തകത്തിൽ എന്താ നമ്മൾ വായിക്കുന്നത്? അവിടെ ഇങ്ങനെയാ വായിക്കുന്നത്: ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക, 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബത്താകുന്നു. അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരിയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിൽക്കകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. 6 ദിവസം യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള ഇതൊക്കെയും ഉണ്ടാക്കി 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബത്ത് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിലാണ്. ഇത്രയുമാണ് ശബത്തിനെ പറ്റി ദൈവം നൽകിയ ന്യായപ്രമാണത്തിൽ മോശയിലൂടെ ലഭിച്ചിട്ടുള്ളതായ പഞ്ചഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. എന്നാൽ ഇത്രയും നമ്മൾ വായിച്ചതിനെ ഇതിനെ ശാസ്ത്രിമാർ വിപുലീകരിച്ച് എങ്ങനെയാക്കിയെന്ന് നോക്കി. എന്നാൽ ശാസ്ത്രിമാർ ഇതിന് 100 കണക്കിന് ഉപചട്ടങ്ങൾ, അതിന് ബൈലോസ് നിർമ്മിച്ചു. ശബത്തിൽ അനുവദിച്ചിട്ടുള്ളതും നിരോധിച്ചിട്ടുള്ളതും ഏത് എന്ന് അതിവിശദമായ നിർദ്ദേശങ്ങൾ ശാസ്ത്രിമാർ തന്നെ രൂപീകരിച്ചു. മിഷ്നയിൽ ശബത്തിനെ പറ്റിയുള്ള ചട്ടങ്ങൾ തന്നെ 24 അധ്യായങ്ങളുണ്ട്, ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇത്രയും നമ്മൾ മുൻപേ വായിച്ച അത്രയും ഭാഗത്തിൽ ശബത്തിനെ പറ്റി ന്യായപ്രമാണത്തിൽ പറയുന്നിടത്ത് ശാസ്ത്രിമാർ ഇതിനെ വ്യാഖ്യാനിച്ച് ചെയ്യാൻ പാടുള്ളത് എന്താണ്, ചെയ്യാൻ പാടില്ലാത്തത് എന്താണ് എന്നുള്ളത് തന്നെ 24 ചാപ്റ്റേഴ്സ് ഉള്ള ഒരു വോള്യമായിട്ട് അവർ രൂപപ്പെടുത്തിയെടുക്കുവാനായിട്ട് ശ്രമിച്ചു. യെരുശലേം തൽമൂദിൽ ശബത്തിനെ പറ്റിയുള്ള ഭാഗം 64 പേജസ് ഉണ്ട്. ബാബിലോൺ തൽമൂദിൽ 156 പേജസ് ഉണ്ട്. ശബത്തിനെ പറ്റിയുള്ള നിയമങ്ങളും ചട്ടങ്ങളും എന്ന് പറയുന്നത് ഇതെല്ലാം ആരുണ്ടാക്കിയെടുക്കുന്നതാണ്? ശാസ്ത്രിമാരുണ്ടാക്കിയെടുക്കുന്നതാണ്. ശബത്തിൽ ജോലി ചെയ്യരുത് എന്ന് ന്യായപ്രമാണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ശാസ്ത്രിമാർ അതിനെ കൂടുതൽ വ്യാഖ്യാനിക്കുവാനായിട്ട് ശ്രമിച്ചു. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഈ ന്യായപ്രമാണത്തിനെ വ്യാഖ്യാനിച്ചിട്ട് ജോലി എന്നതിനെ 39 കൂട്ടമായിട്ട് അവർ വിഭാഗിച്ചു. ദൈവം പറഞ്ഞ എന്താണ്? ശബത്തിൽ ജോലി ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്നതിനെ അതിനെ വ്യാഖ്യാനിച്ച് ജോലി എന്ന വാക്കിനെ 39 കാറ്റഗറി ആയിട്ട് അവർ വിഭജിച്ചു. അതിൽ ഒന്നാണ് ചുമടെടുക്കുക. അതുകൊണ്ട് ശബത്തിൽ ജോലി ചെയ്യരുതെന്ന് പറയുമ്പോൾ ചുമടെടുക്കുവാനായിട്ട് പാടില്ല എന്ന് ശാസ്ത്രമാർ വിധിച്ചു. ഇനി ആ ചുമട് തന്നെ എന്താണ് എന്ന് അവർ പറയുന്നത് വളരെ രസകരമാണ്. എന്നിട്ട് ഈ ചുമടിന് അവരൊരു നിർവചനം കൊടുക്കുന്നുണ്ട്, വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. മിഷ്നയിൽ ചുമട് എന്നതിന് അനേകം നിർവചനങ്ങൾ നൽകുന്നു. 1 കവിള് കുടിക്കുവാൻ മാത്രമുള്ളതായ പാല്, അല്ലെങ്കിൽ 1 മുറിവിൽ തേക്കുവാൻ മാത്രമുള്ള തേൻ, ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവത്തിൽ പുരട്ടുന്നതിന് മതിയായ എണ്ണ. അതിന് മറ്റൊരു തരത്തിൽ പറയുന്നത് 1 ദിവസം മാത്രം പ്രായമായ ഒരു ശിശുവിൻ്റെ കാലിലെ ചെറിയ വിരൽ, അപ്പോൾ അതിൽ പുരട്ടാൻ മാത്രമുള്ള അത്രയും അളവിൽ എണ്ണ, കണ്ണു തുടയ്ക്കുവാൻ മാത്രമുള്ള വെള്ളം, 2 അക്ഷരം എഴുതുവാൻ മാത്രമുള്ള മഷി, 1 പക്ഷിയെ എറിയുവാൻ മാത്രം വലിപ്പമുള്ള കല്ല് എന്ന് വേണ്ട 2 ഉണങ്ങിയ അത്തിപ്പഴത്തിന്റെ ഭാരമുള്ള ഏത് വസ്തുവും ചുമടായിട്ട് കണക്കാക്കി. അപ്പോൾ ജോലി ചെയ്യരുത് എന്ന് പറയുന്ന ഒറ്റ വാക്യത്തെ 39 തരമായിട്ട് ആ ജോലിയെ ക്ലാസിഫൈ ചെയ്യുന്നു. അതിൻ്റെ അകത്തൊന്നാണ് ചുമടെടുക്കുക എന്ന് പറയുന്നത്. ഈ ചുമടിനെ പിന്നെയും വ്യാഖ്യാനിച്ച് ചുമടിന് കൊടുക്കുന്ന ഇന്റർപ്രിട്ടേഷൻ ആണ് ഈ പറഞ്ഞതൊക്കെ. ഇതിലും അധികമായിട്ട് എന്തെങ്കിലും ചെയ്താൽ, കണ്ണ് തുടയ്ക്കാൻ ആവശ്യമുള്ളതിലും ഒരല്പം കൂടുതൽ വെള്ളം കയ്യിൽ കരുതിയാൽ അത് ചുമടെടുക്കുകയും ശബത്തിനെ
ലംഘിക്കുകയും ചെയ്യുന്നതായിട്ട് കണക്ക് കൂട്ടും. ഏത് ദിവസമാണ്? ശബത്തിന്റെ ദിവസം. ഇങ്ങനെ ഉള്ള വ്യാഖ്യാനങ്ങൾ നൽകി 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 അതിനെ ഒരു വലിയ നിയമസംഹിതയായിട്ട് ശാസ്ത്രിമാര് മാറ്റിയെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ശാസ്ത്രിമാർ, സ്ക്രൈബ്സ് എന്നതിനെയാണ് പുതിയ നിയമത്തിൽ പൊതുവെ ന്യായശാസ്ത്രിമാരെന്ന് പറയുന്നത്. യേശുവിന്റെ കാലത്ത് ഇവരെ റബ്ബി എന്നും സംബോധന ചെയ്യുന്നുണ്ട്. മഹാത്മാവ് എന്നുള്ള അർത്ഥത്തിൽ റബ്ബി എന്നും അവരെ സംബോധന ചെയ്യുന്നുണ്ട്. ഇവര് സമൂഹത്തിൽ വളരെ ബഹുമാനിക്കപ്പെട്ട ആളുകളായിരുന്നു. കാരണം ആളുകൾ ഇവരുടെ ഈ പാണ്ഡിത്യത്തെ പറ്റി, ഇവർ ഇത്രയധികം വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് ഇവരുടെ പാണ്ഡിത്യത്തെ പറ്റി ആളുകൾ വലിയ ബഹുമാനത്തോടുകൂടി അവരെ നോക്കിക്കാണുന്ന പതിവുണ്ടായിരുന്നു. ശാസ്ത്രിമാര് ന്യായപ്രമാണം പഠിക്കുകയും അതിന് വ്യാഖ്യാനങ്ങൾ നൽകുകയും ചെയ്യുന്നവരായിരുന്നു. ശാസ്ത്രിമാരും പരീശന്മാരും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് നമ്മൾ ഓർത്തിരിക്കേണ്ടതായ കാര്യമാണ്. ഇത് രണ്ടും രണ്ട് കൂട്ടരാണ്. അപ്പോൾ ശാസ്ത്രിമാരാരാണ്, പരീശന്മാരാരാണ് എന്ന് നമ്മളൊന്ന് ഓർത്തിരിക്കണം. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ശാസ്ത്രിമാരുടെ കാര്യമാണ്. അവര് ഇന്റർപ്രിറ്റേഴ്സ് ആണ്. ന്യായപ്രമാണം വ്യാഖ്യാനിച്ച് അതിന് അർത്ഥങ്ങളും പുതിയ പുതിയ നിയമങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന വലിയ അക്കാഡമീഷ്യൻസ് ആണ് സ്ക്രൈബ്സ്, ശാസ്ത്രിമാരെന്ന് പറയുന്നത്. പരീശന്മാരെന്താണ്? അവ അക്ഷരപ്രകാരം അനുഷ്ഠിക്കുന്നതിന് തങ്ങളുടെ ആയുസ് സമർപ്പിച്ചു. ഈ സ്ക്രൈബ്സ് എഴുതി ഉണ്ടാക്കുന്ന നിയമങ്ങളിൽ ഒന്നുപോലും തെറ്റാതെ അത് കൃത്യമായിട്ട് ഇതെല്ലാം ചെയ്യുവാനായിട്ട് ശ്രമിച്ച ആളുകളാണ് പരീശന്മാര്. പരീശൻ എന്ന വാക്കിന്റെ അർത്ഥം വ്യാഖ്യാനി എന്നോ വേർപെട്ടവൻ എന്നോ ഒക്കെ അതിന് അർത്ഥമുണ്ട്. അപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് ചെയ്യുവാൻ പ്രയാസമുള്ള നിയമങ്ങൾ, ഇങ്ങനെയുള്ള നിയമങ്ങൾ നമുക്ക് കാണുമ്പോൾ അറിയാതെ സാധാരണ ആളുകൾക്ക് ചെയ്യാൻ വളരെ പ്രയാസമാണ്. എന്നാൽ സാധാരണക്കാർക്ക് ചെയ്യാൻ പ്രയാസമുള്ള നിയമങ്ങൾ പോലും അതിൽ തെറ്റാതെ കൃത്യമായിട്ട് ചെയ്യുവാൻ തക്കവണ്ണം വളരെ താല്പര്യത്തോടെ അതിനുവേണ്ടി ശ്രമിച്ച ആളുകളായിരുന്നു പരീശന്മാരെന്ന് പറയുന്നത്. അപ്പോൾ ദശാംശം കൊടുക്കാത്ത വസ്തുവിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കുവാനായിട്ട് പാടില്ല എന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഭക്ഷണം ഉണ്ടാക്കുവാനുള്ള സാധനങ്ങൾ മേടിക്കുന്ന കടക്കാരൻ അയാൾ ദശാംശം കൊടുത്തിട്ടുള്ളതാണ് എന്ന് ഉറപ്പുള്ള ആളുകളിൽ നിന്ന് മാത്രമേ ഇവരെന്ത് ചെയ്യുകയുള്ളൂ, അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുവാൻ ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കുള്ളൂ. അത്ര കാർക്കശ്യമുള്ളവരായിരുന്നു എന്നാണ് പറയാനായിട്ട് ശ്രമിച്ചത്. അവരെല്ലാവരുമായിട്ടും ഇടപെടത്തില്ല. ഇങ്ങനെ തങ്ങൾക്കുറപ്പുള്ള ആളുകളുമായിട്ട് മാത്രം ഇടപാടുകൾ നടത്തുകയുള്ളൂ. അതുകൊണ്ട് മറ്റുള്ള ആളുകളുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുകയില്ല. തങ്ങളുടെ തന്നെ കൂട്ടത്തിൽപ്പെട്ട ദശാംശം കൊടുത്തിട്ടുള്ളതാണ് എന്ന് ഉറപ്പുള്ള ആളുകളുടെ വീട്ടിൽ നിന്ന് മാത്രമേ അവര് ഭക്ഷണം കഴിക്കുകയുള്ളൂ. അങ്ങനെയൊക്കെയുള്ള വ്രതം സ്വീകരിച്ച ആളുകളാണത്. കൃത്യമായിട്ട് അത് അനുഷ്ഠിക്കുന്നവരായിട്ടാണ് പരീശന്മാരെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. അപ്പൊ എന്ത് ചെയ്തു? ഇങ്ങനെ ഇവര് ഒരുപാട് ലിമിറ്റേഷൻസ് വെച്ച് അതിനുള്ളിൽ തന്നെ ജീവിക്കുന്നത് കൊണ്ട് ഇവർ സാധാരണക്കാരായ മറ്റാളുകളിൽ നിന്നും അകന്ന് ഇവര് തന്നെ ഒരു കൂട്ടമായിട്ട് ജീവിക്കുവാനായിട്ട് തുടങ്ങി. അപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് മാത്രമേ അവർ സാധനങ്ങൾ വാങ്ങുകയും അന്യോന്യം ഭക്ഷണം കഴിക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും ഒക്കെ ചെയ്യത്തുള്ളൂ. മറ്റുള്ളവരുമായിട്ട് വലിയ സമ്പർക്കം പുലർത്താതെ അവരിൽ നിന്ന് മാറി നിൽക്കുവാനായിട്ട് ശ്രമിച്ചു. അതുകൊണ്ടാണ് വേർപെട്ടവർ എന്നുള്ള അർത്ഥത്തിൽ കൂടി അവരെ വിളിക്കുന്നത്. വേർപാടുകാർ എന്ന അർത്ഥം വരുന്ന പരീശന്മാരെന്നവരെ വിളിക്കുന്നത് അതുകൊണ്ടാണ്. മതത്തെ പറ്റിയുള്ള ഇവരുടെ ധാരണ മനസ്സിലാക്കുന്നതിന് ഒരു എക്സാമ്പിൾ കൂടി നമ്മളുടെ ഒന്ന് മനസ്സിലിരിക്കുന്നത് ആവശ്യമാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കൈ കഴുകണം എന്നുള്ളത് അവരുടെ ഒരു പാരമ്പര്യവും നിർബന്ധവുമാണ്. എന്നാൽ കൈ കഴുകുക എന്നുള്ളതിനെ അവരെങ്ങനെ വ്യാഖ്യാനിക്കുന്നത് നോക്കൂ. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഒരുവൻ ഒരു തുടം വെള്ളമെടുത്ത് കൈകൾ ശുദ്ധീകരിക്കണം. ആദ്യം കൈപ്പത്തികൾ മുകളിലോട്ട് പിടിച്ച് വിരലുകളിൽ വെള്ളം ഒഴിക്കുകയും വെള്ളം കൈക്കുഴ വഴി താഴോട്ട് ഒഴുകുകയും വേണം. അനന്തരം ഓരോ കൈവെള്ളയും മറു കൈയുടെ മുഷ്ടി കൊണ്ട് ശുചിയാക്കണം. പിന്നീട് കൈപ്പത്തികൾ കീഴോട്ടായിട്ട് പിടിച്ച് വെള്ളം ഒഴിക്കണം. അപ്പോൾ വിരലുകളുടെ അറ്റത്തുകൂടി ആ വെള്ളം താഴേക്ക് ഒഴുകി പോകണം. ഇത് കൈ വൃത്തിയാണെങ്കിലും, എത്ര കൈ വൃത്തിയാണെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഇങ്ങനെ ചെയ്യണമെന്നുള്ളത് അവരുടെ ഒരു ആചാരമായിട്ട് അവര് കരുതിയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒട്ടും തെറ്റാതെ ചെയ്യുവാനായിട്ട് ശ്രമിച്ചവരായിരുന്നു ആര്? പരീശന്മാരെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? മതമെന്നുള്ളത്, വിശ്വാസം എന്നുള്ളത് അതിന്റെ മൂല്യങ്ങളിൽ നിന്ന് മാറിയിട്ട്, ദൈവം ഉദ്ദേശിക്കുന്ന അതിന്റെ അർത്ഥങ്ങളിൽ നിന്ന് മാറിയിട്ട് ഇങ്ങനെയുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതാണ് മതം എന്നുള്ള ഒരു രീതിയിലേക്ക് മാറുവാനായിട്ട് ഇടയായി. പരീശന്മാരെ പറ്റിയും സാധൂക്യരെ പറ്റിയുമാണ്, ശാസ്ത്രിമാരെ പറ്റിയുമാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഒരു കൂട്ടരാണ് സാധൂക്യർ എന്ന് പറയുന്നത്, സാധൂസീസ് എന്ന് പറയുന്നത്. പരീശന്മാരെയും ആളുകൾക്ക് വലിയ ബഹുമാനമായിരുന്നു. കാരണം എന്താ? തങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത അത്ര കൃത്യതയോടെ ഇവർ ഈ നിയമങ്ങളെല്ലാം
മിഷ്നയിലെ നിയമങ്ങളെല്ലാം അനുസരിക്കുന്നത് കൊണ്ട് പരീശന്മാരെയും ആളുകൾക്ക് വലിയ ബഹുമാനമായിരുന്നു. പക്ഷെ ചില ആളുകൾക്ക് ഇവർക്ക് ലഭിക്കുന്ന ബഹുമാനം അത്ര പിടിച്ചില്ല. പ്രത്യേകിച്ചും പുരോഹിതന്മാർക്ക്, ദേവാലയത്തോട് ചേർന്ന് നിൽക്കുന്ന പുരോഹിതന്മാർക്ക് ഇവർക്ക് ഇത്രയധികം ബഹുമാനം ലഭിക്കുന്നത് അവർക്കത്ര രസിച്ചില്ല. കാരണം എന്താണ്? പരീശന്മാര് ഇങ്ങനെയുള്ള നിഷ്ഠകൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ദേവാലയത്തിലെ കർമ്മങ്ങളെക്കാൾ അധികമായിട്ട് ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനാണ് പരീശന്മാര് കൂടുതൽ പ്രാമുഖ്യം കൊടുത്തത്. എന്നാൽ പുരോഹിതന്മാരെന്താ ചെയ്യുന്നത്? ദേവാലയത്തിലെ യാഗങ്ങൾ മുതലായ കർമ്മങ്ങൾ ചെയ്യുന്നതിലാണ് പുരോഹിതന്മാർ കൂടുതലായിട്ട് താല്പര്യം കണ്ടത്. അപ്പോൾ തങ്ങൾക്ക് ഇഷ്ടമുള്ള ഏരിയയ്ക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കാതെ ഇത്തരം കാര്യങ്ങൾക്ക് ഫോക്കസ് കൊടുക്കുകയും അവരെ ആളുകൾ ബഹുമാനിക്കുകയും പരീശന്മാരെ ആളുകൾ ബഹുമാനിക്കുകയും കണ്ടപ്പോൾ ചില പുരോഹിതന്മാർക്ക് ഇത് അത്ര താല്പര്യം തോന്നിയില്ല. ദേവാലയം, യാഗാദി കർമ്മങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയാണ് പുരോഹിതന്മാർ നിലനിന്നത്. കാരണം അവരുടെ ഉപജീവനവും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു. അപ്പോൾ ഈ പരീശന്മാരെ ഇഷ്ടപ്പെടാഞ്ഞ ചില പുരോഹിതന്മാർ എന്ത് ചെയ്തു? അവർ ചില കുടുംബങ്ങൾ ഒരുമിച്ച് ചേർന്ന് സാദൂക്യർ എന്നുള്ള ഒരു സംഘടന അവർ തന്നെ രൂപീകരിച്ചു. ഇവര് യെരുശലേമിൽ വളരെ ധനികരായിട്ടുള്ള ആളുകളായിരുന്നു, വലിയ സ്വാധീനം ഉള്ള ആളുകളുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ പരീശന്മാരും സാദൂക്യരും തമ്മിലും പല വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നു. ഒന്ന്, ഇത് നമ്മൾ ഓർത്തിരിക്കണം. നമ്മൾ മുൻപേ പറഞ്ഞത് പരീശന്മാരും ശാസ്ത്രിമാരും എന്താണെന്ന് പറഞ്ഞു. ഇപ്പോൾ പരീശന്മാരും സാദൂക്യരും തമ്മിലുള്ള വ്യത്യാസം പറയുന്നത്. സാദൂക്യരെ പറ്റി നമ്മൾ പറഞ്ഞു, പുരോഹിതന്മാരുടെ ഒരു കൂട്ടമാണ്. പരീശന്മാർക്ക് ലഭിച്ച ബഹുമതിയിൽ താല്പര്യം തോന്നാതെ ഇവര് തന്നെ, പുരോഹിതന്മാരുടെ ചില കുടുംബങ്ങൾ തന്നെ ഒരുമിച്ച് ചേർന്ന് ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് സാദൂക്യർ എന്ന് പറയുന്നത്. അവർ വലിയ ധനാഢ്യരായിരുന്നു, വലിയ ഇൻഫ്ലുവൻസ് ഉള്ള, ഭരണതലത്തിലൊക്കെ വലിയ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകളുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സാദൂക്യരും പരീശന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയായിരുന്നു? ഒന്ന്, പരീശന്മാർ പുനരുദ്ധാനത്തിലും, അതായത് മരിച്ചതിന് ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നുള്ളതിലും ഒരു ന്യായവിധി പിന്നാലെ ഉണ്ട് എന്നുള്ളതിലും പരീശന്മാർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ സാദൂക്യർക്ക് ഇതിൽ വിശ്വാസമില്ലായിരുന്നു. അത് വേദപുസ്തകത്തിൽ നമ്മളെ വായിക്കുന്നുണ്ട്, സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. പരീശന്മാർക്ക് പുനരുദ്ധാനത്തിലും ന്യായവിധിയിലും വിശ്വാസം ഉണ്ടായിരുന്നു, സാദൂക്യർക്ക് പുനരുദ്ധാനത്തിൽ വിശ്വാസമില്ലായിരുന്നു. അതുപോലെ സാദൂക്യർക്ക് ദൂതന്മാർ, ആത്മാക്കൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലും ആർക്ക് വിശ്വാസമില്ലായിരുന്നു? സാദൂക്യർക്ക് വിശ്വാസം ഇല്ലായിരുന്നു. എന്നാൽ പരീശന്മാര് ദൂതന്മാരും ആത്മാക്കളും മുതലായ കാര്യങ്ങളിലൊക്കെ പരീശന്മാർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. രണ്ട്, ഇവർ തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തെ ഇവരെങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതായിരുന്നു. ന്യായപ്രമാണത്തിന് ശാസ്ത്രിമാർ നൽകിയ വ്യാഖ്യാനങ്ങൾ, നമ്മൾ മുമ്പേ മിഷ്നയെ പറ്റിയും തൽമൂദിനെ പറ്റിയും ഒക്കെ പറഞ്ഞല്ലോ, ആ ഇന്റർപ്രിട്ടേഷൻസിനെ തിരുവെഴുത്തുകളെ പോലെ തന്നെ വിശുദ്ധവും ആധികാരികവുമായിട്ട് പരീശന്മാർ കരുതി. അതുകൊണ്ട് അവര് ഒന്നും തെറ്റാതെ അതെല്ലാം ചെയ്യുവാനായിട്ട് ശ്രമിച്ചത്. ന്യായപ്രമാണത്തിൽ വേദപുസ്തകത്തിലെ വാക്യങ്ങളെ പോലെ തന്നെ അത്രയും തന്നെ ഇമ്പോർട്ടൻസ് അവർ എന്തിനു കൊടുത്തു? ഈ ശാസ്ത്രമാർ എഴുതിയ ഇന്റർപ്രിട്ടേഷൻസിനും നിയമത്തിനും പരീശന്മാര് കൊടുത്തു. അവരുടെ ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ ചെയ്യുവാനായിട്ട് ശ്രമിച്ചത്. എന്നാൽ സാദൂക്യർ ഇതിൽ നിന്നും വ്യത്യാസമായിട്ട് സാദൂക്യർ എന്ത് ചെയ്തു? ശാസ്ത്രിമാരുടെ വ്യാഖ്യാനങ്ങളും അതിനോടനുബന്ധിച്ചുള്ള പാരമ്പര്യങ്ങളും ഒന്നടങ്കം നിരാകരിച്ചു. അവര് അതിനത്ര വില കൊടുത്തില്ല. പരീശന്മാർ കൊടുക്കുന്നത് പോലെ ഇതിനത്ര വില കൊടുത്തില്ല. അവർ അംഗീകരിച്ചത് എന്താണ്? പഴയ നിയമത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ, മോശയുടെ 5 പുസ്തകങ്ങളെ മാത്രമാണ് അംഗീകരിച്ചത്? സാദൂക്യർ അംഗീകരിച്ചത്. എന്നാൽ പരീശന്മാർ അതേപോലെ തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസോടെ മിഷ്നായും തൽമൂദും അവരെ അംഗീകരിച്ചിരുന്നു എന്നത് അവർ തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. അതുപോലെ തന്നെ സാദൂക്യർ നമ്മൾ മുൻപേ പറഞ്ഞു വലിയ ധനവാന്മാരായിരുന്നു, റോമൻ അധികാരികളോടൊക്കെ അടുത്ത് നിൽക്കുന്ന ആളുകളായിരുന്നു, ഭരണതലത്തിലൊക്കെ വലിയ സ്വാധീനമുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് യെരുശലേമിൽ വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള സുഖലോലുപതയിലുള്ള ഒരു ജീവിതമാണ് സാദൂക്യര് നയിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവരിങ്ങനെ ഭരണത്തോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ സാദൂക്യർക്ക് പല ആനുകൂല്യങ്ങളും റോമൻ ഗവൺമെന്റ് നൽകുന്നുണ്ടായിരുന്നു. പാവപ്പെട്ട ആളുകളെ ഗവൺമെന്റ് ചൂഷണം ചെയ്യുകയാണെങ്കിലും
അവരെ പീഡിപ്പിക്കുകയാണെങ്കിലും അവരിൽ നിന്ന് വലിയ ടാക്സ് ഒക്കെ കളക്ട് ചെയ്ത് അവരെ ദാരിദ്ര്യത്തിലേക്കും കടക്കണിയിലേക്കും ഒക്കെ തള്ളിവിടുമ്പോഴും സാധൂക്യർക്ക് തങ്ങളോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് വലിയ ആനുകൂല്യങ്ങളൊക്കെ നൽകിയിരുന്നു. അവർ വളരെ സുഖലോലുപരായിട്ട് ജീവിച്ചിരുന്നു. മറ്റാളുകൾ, പരീശന്മാരൊക്കെ പ്രത്യേകിച്ചും റോമൻ ആളുകളെ അവജ്ഞയോടെയാണ്, വിജാതീയർ എന്നുള്ള തലത്തിൽ അവജ്ഞയോടെയാണ് കണ്ടിരുന്നത്. റോമ ഗവൺമെന്റിന്റെ അധികാരത്തിൽ നിന്ന് രക്ഷപ്പെടണം, മശിഹ വന്ന് തങ്ങളെ രക്ഷപ്പെടുത്തും, ആ സാമ്രാജ്യത്തെ തകർക്കുമെന്നൊക്കെ പരീശന്മാർ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ സാധൂക്യര് അത്ര അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. കാരണം എന്താ? തങ്ങൾക്ക് ആ ഗവൺമെന്റിൽ നിന്നും ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് കൊണ്ടും തങ്ങൾക്കത് നല്ലതായതുകൊണ്ടും ഈ ഗവൺമെന്റ് മാറണം എന്നുള്ള വലിയ താല്പര്യമോ പ്രതീക്ഷയോ ഒന്നും സാധൂക്യർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പരീശന്മാര് റോമാക്കാരുമായിട്ട് ഇടപെടത്തില്ല. അവർ അശുദ്ധരായതുകൊണ്ട് അവരുടെ വീടുകളിൽ പോവുകയോ ഭക്ഷണം കഴിക്കുകയോ ഒന്നും ചെയ്യില്ല. അപ്പോൾ തങ്ങളും അശുദ്ധരാകുമെന്ന് കരുതി. എന്നാൽ സാധൂക്യർ എന്ത് ചെയ്തു? ഇവരെ കൊണ്ട് തങ്ങൾക്ക് ആവശ്യമുള്ളത് കൊണ്ട് റോമ ഗവൺമെന്റ് ഒഫീഷ്യൽസിനെ ഒക്കെ വിളിച്ച് വിരുന്നു കൊടുക്കുകയും സൽക്കരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ പരീശന്മാര് സാധൂക്യരെ അശുദ്ധരായിട്ടാണ് കരുതിയിരുന്നത്. ഇവരെ വിജാതീയരായ ആളുകളുമായിട്ട് ഇടപെടുന്നത് കൊണ്ട്, റോമാക്കാരോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടൊക്കെ സാധൂക്യരെ അവജ്ഞയോടെയാണ് പരീശന്മാരെ കാണുവാനായിട്ട് ഇടയായത്. പൊതുജനങ്ങളുടെ ഇടയിലും പരീശന്മാർക്കാണ് കൂടുതൽ ഒരു ആക്സെപ്റ്റൻസ് ലഭിച്ചത്. കാരണം അവരിങ്ങനെയുള്ള നിഷ്ഠകളൊക്കെ കൃത്യതയോടെ ചെയ്യുന്നത് കൊണ്ട്, പ്രത്യേകിച്ചും അത് ഗവൺമെന്റിനോട് എതിർത്ത് നിൽക്കുവാൻ ഒക്കെ താല്പര്യമുള്ളത് കൊണ്ട് പരീശന്മാരോടാണ് കുറച്ചുകൂടി ആളുകൾക്ക് താല്പര്യമുണ്ടായിരുന്നത്. പിന്നെ ഒരു വർഗമാണ് പുരോഹിതന്മാർ, നാലാമത്തേത്. യേശുവിന്റെ ക്രൂശീകരണത്തിന് മുൻകൈയെടുത്ത പ്രധാന കൂട്ടരിൽ ഒരു കൂട്ടരെന്ന് പറയുന്നത് പുരോഹിതന്മാരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പഴയ കാലത്ത് യഹൂദന്മാർക്ക് ഒരു മഹാപുരോഹിതനാണ് ഉണ്ടായിരുന്നത്. ഒരാളെ മഹാപുരോഹിതനായിട്ട്, ഹൈ പ്രീസ്റ്റായിട്ട് തിരഞ്ഞെടുത്താൽ അയാളുടെ മരണം വരെ അയാൾ ആ മഹാപുരോഹിതനായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന പതിവായിരുന്നു യഹൂദന്മാർക്കുണ്ടായിരുന്നത്. എന്നാൽ റോമാക്കാരുടെ ഭരണത്തിന്റെ കീഴിൽ യഹൂദന്മാർ വന്നു കഴിഞ്ഞപ്പോൾ റോമാക്കാർ എന്ത് ചെയ്തു? റോമൻ ചക്രവർത്തി എന്ത് ചെയ്തു? തങ്ങൾക്കിഷ്ടമുള്ളവരെ മഹാപുരോഹിതന്മാരായിട്ട്, ഹൈ പ്രീസ്റ്റായിട്ട് അപ്പോയിന്റ് ചെയ്യാനായിട്ട് റോമാക്കാര് തുടങ്ങി. പണ്ട് ഒരാളായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അയാളുടെ മരണം വരെ അയാളാണ് മഹാപുരോഹിതനായിട്ട് തുടർന്നിരുന്നതെങ്കിൽ റോമാക്കാരുടെ വരവോടുകൂടി പെട്ടെന്ന് ഒരാൾ മഹാപുരോഹിതനാകുകയും കുറച്ചു നാൾ കഴിയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട വേറൊരാൾ മഹാപുരോഹിതനാകുകയും, ഇങ്ങനെ ഒരുപാട് പേരെ പെട്ടെന്ന് മഹാപുരോഹിതന്മാരെ മാറ്റുകയും പുതിയ ആളെ ചുമതല ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് ഇടയാവുന്നതാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഒരു BC 37 മുതൽ AD 67 വരെ, ഏതാണ്ട് ഒരു 104 വർഷത്തിന്റെ ഇടയിൽ 28ഓളം മഹാപുരോഹിതന്മാരുണ്ടായി എന്നാ പറയുന്നത്. അപ്പോൾ ഒരാൾ മഹാപുരോഹിതനായി ശുശ്രൂഷ ചെയ്ത അയാൾ മരിക്കുന്നതിന് മുൻപ് തന്നെ അടുത്തയാളെ റോമാക്കാർ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ മഹാപുരോഹിതനായിട്ട് തിരഞ്ഞെടുക്കും. അതുകൊണ്ട് മഹാപുരോഹിതന്മാരായിട്ട്, ഇപ്പോൾ നമുക്കൊരു തരത്തിൽ പറഞ്ഞാൽ റിട്ടയർ ചെയ്ത മഹാപുരോഹിതന്മാരായിട്ട് ഒരുപാട് പേർ അവിടെ ഒരേ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. ഒരാൾ ഒഫീഷ്യൽ ചുമതലയിലും മുൻ മഹാപുരോഹിതന്മാരായിട്ട്, ഫോർമർ ഹൈ പ്രീസ്റ്റുകളായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മഹാപുരോഹിതന്മാരെന്ന് പ്ലൂറൽ ഫോമില് പുതിയ നിയമത്തിൽ ചിലയിടത്തൊക്കെ നമുക്ക് കാണുവാനായിട്ട് ഇടയാവുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം കഴിഞ്ഞാൽ, ഹന്നാവ് മഹാപുരോഹിതനായിരുന്നു. ഹന്നാവിന് ശേഷം ഹന്നാവിന്റെ 4 മക്കളും ഓരോ കാലഘട്ടത്തിൽ മഹാപുരോഹിതനായി. കർത്താവിനെ ന്യായം വിധിക്കുന്ന സമയത്ത് മഹാപുരോഹിതൻ കയ്യാഫാവാണ്. അത് ഹന്നാവിന്റെ മരുമകനാണ്. അപ്പോൾ കയ്യാഫാവ് മഹാപുരോഹിതനായി ചുമതല വഹിക്കുമ്പോൾ മുൻ മഹാപുരോഹിതനായിട്ട് ഹന്നാവൊക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് മഹാപുരോഹിതൻ എന്ന പേര് രണ്ടുപേർക്കും, ഹന്നാവിനും കയ്യാഫാവിനും ഒക്കെ പ്ലൂറൽ ഫോമിൽ അവിടെ ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് ഇടയാവുന്നത്. നമ്മൾ മുൻപേ പറഞ്ഞ 104 വർഷത്തിന്റെ ഇടയിൽ 28 പേര് മഹാപുരോഹിതന്മാരായിട്ട് വന്നതിൽ ഏതാണ്ട് 6 പേരൊഴികെ ബാക്കി എല്ലാവരും 4 പ്രധാനപ്പെട്ട കുടുംബങ്ങളിൽ നിന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഗവൺമെന്റിന് ഇഷ്ടമുള്ള, അവരോട് ചേർന്ന് നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ മഹാപുരോഹിതന്മാരായിട്ട് നിയമിക്കുവാൻ, അപ്പോയിന്റ് ചെയ്യുവാനായിട്ട് ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ ഒരുപാട് പുരോഹിതന്മാരും ആ സമയത്തുണ്ടായിരുന്നു. യേശു കർത്താവിന്റെ ജീവിത സമയത്ത് ആ കാലഘട്ടത്തിൽ ഏതാണ്ട് 1 ലക്ഷത്തിൽ കൂടുതൽ പുരോഹിതന്മാർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ്
ജോസീഫസ് എന്ന ചരിത്രകാരൻ, ഹീബ്രു ഹിസ്റ്റോറിയൻ ആണല്ലോ, ജൂയിഷ് ഹിസ്റ്റോറിയൻ ആണല്ലോ, അദ്ദേഹത്തെ നമുക്കറിയാം. അദ്ദേഹം എഴുതുന്നത് യേശു കർത്താവിന്റെ കാലഘട്ടത്തിൽ 1,00,000-ൽ കൂടുതൽ പുരോഹിതന്മാർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പുരോഹിതനാകുവാനായിട്ട് പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിന്റെ വിശുദ്ധിയോ ധാർമ്മികമായ മൂല്യമോ കഴിവോ ഒന്നും മാനദണ്ഡമാക്കിയിരുന്നില്ല. മറിച്ച് അഹരോന്റെ കുടുംബത്തിൽപ്പെട്ട, അഹരോന്റെ വംശത്തിൽപ്പെട്ട ആർക്ക് വേണമെങ്കിലും പുരോഹിതനായിട്ട് ചുമതല ഏൽക്കുവാനുള്ള, പുരോഹിതനായിട്ട് മാറുവാനുള്ള അവകാശമുണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിന്റെ വിശുദ്ധിയോ ഒരുക്കമോ ഒന്നും അവിടെ ഗണ്യമാക്കിയിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യഹൂദന്മാരുടെ 3 പ്രധാനപ്പെട്ട പെരുന്നാളാണല്ലോ പെസഹ പെരുന്നാളും, പെന്തക്കോസ്തി പെരുന്നാളും, കൂടാര പെരുന്നാളും. ഈ 3 പെരുന്നാളുകളുടെ സമയത്ത് മാത്രമാണ് ഈ പുരോഹിതന്മാർക്ക് എല്ലാവർക്കും ഒരുമിച്ച് ദേവാലയത്തിൽ ചെല്ലുവാനും അവിടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും ഒക്കെ അവസരമുണ്ടായിരുന്നത്. ഒക്കെ ഇത്രയധികം പുരോഹിതന്മാരുള്ളത് കൊണ്ട് ബാക്കിയുള്ളവർക്ക് അവസരം ലഭിക്കാനായിട്ട് എന്താ ചെയ്യുന്നത്, ഈ പുരോഹിതന്മാരെ 24 ഗണങ്ങളായിട്ട് വേർതിരിച്ചു, 24 കാറ്റഗറീസ് ആയിട്ട് വേർതിരിച്ചു. എന്നിട്ട് ഇതിൽ ഓരോ ഗണത്തിനും ഒരു വർഷത്തിൽ 2 ആഴ്ചക്കാലം ദേവാലയത്തിൽ പോയി ശുശ്രൂഷ ചെയ്യാനുള്ള അവസരം ലഭിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഒരു വർഷത്തിൽ 2 ആഴ്ച മാത്രം ഈ ശുശ്രൂഷ ചെയ്താൽ മതി. എന്നാൽ അവർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ അവകാശങ്ങളും അവർക്ക് നിത്യമായിട്ട് ലഭിച്ചുകൊണ്ടിരുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ പുരോഹിതനായിരിക്കുക എന്ന് പറയുന്നത് യാതൊരു ജോലിയും ചെയ്യാതെ വളരെ ലക്ഷൂറിയസ് ആയിട്ട് ജീവിക്കുവാനുള്ള ഒരു മാർഗമായിട്ട് പൗരോഹിത്യ ശുശ്രൂഷ മാറി. ഒരുപാട് ആളുകൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് ശ്രമിക്കും. ഇതുകൊണ്ട് ഇവർക്ക് എന്താ ഇതിൽ നിന്നുള്ള നേട്ടം? നമുക്കറിയാം, യാഗം കഴിക്കുമ്പോൾ, ദഹനയാഗം കഴിക്കുമ്പോൾ മാത്രമാണ് ആ യാഗവസ്തു മൃഗത്തിനെ മുഴുവനായിട്ടും ദഹിപ്പിക്കുന്നത്. മറ്റ് യാഗങ്ങളിലെല്ലാം ആ മൃഗത്തിന്റെ കൊഴുപ്പ് മാത്രമാണ് ദഹിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആ മാംസത്തിന്റെ ചെറിയൊരു അംശം മാത്രമാണ് ദഹിപ്പിക്കുന്നത്. ബാക്കി വരുന്ന ഈ യാഗമൃഗത്തിന്റെ ഈ മാംസത്തിന്റെ ബാക്കി വരുന്നതെല്ലാം ആർക്ക് അവകാശപ്പെട്ടതാണ്? പുരോഹിതന്മാർക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോൾ ദേവാലയത്തിൽ എന്തുമാത്രം യാഗങ്ങളാണ് ഓരോ ദിവസവും നടക്കുന്നത്. ഇതിന്റെ എല്ലാം ബെനഫിഷ്യറീസ് സത്യത്തിൽ ആരാണ്? അവിടെയുള്ള പുരോഹിതന്മാരാണ്. അപ്പോൾ യാതൊരു ചെലവുമില്ലാതെ, ജോലി ചെയ്യാതെ വളരെ സുഖമായി ജീവിക്കുവാനുള്ള, ലക്ഷറീസ് അനുഭവിക്കുവാനുള്ള ഒരു തലമായിട്ട് പൗരോഹിത്യം ആ കാലഘട്ടത്തിൽ മാറിയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എല്ലാ കൃഷികളുടെയും, സാധാരണക്കാരായ മനുഷ്യർ കൃഷി ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്ന ഏറ്റവും നല്ലത് എപ്പോഴും പുരോഹിതന്മാർക്ക് കൊടുക്കുന്ന പതിവ് ഉണ്ടായിരുന്നു. അതുപോലെ ദശാംശം ലഭിക്കുന്നത് ലേവ്യർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മാറ്റിവെക്കുന്നതാണ് നിലത്തിന്റെ ദശാംശം എന്ന് പറയുന്നത്, അധ്വാനത്തിന്റെ ദശാംശം എന്ന് പറയുന്നത്. അതിലും ഒരു പങ്ക് ആർക്കാണ് ലഭിച്ചുകൊണ്ടിരുന്നത്? പുരോഹിതന്മാർക്കാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വളരെ കുറഞ്ഞ ജോലിയും വലിയ ആദായവുമുള്ള ഒരു അനുഭവമായിട്ട് പൗരോഹിത്യം മാറിപ്പോയി എന്നുള്ളത് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവർക്കും, ഈ പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും യേശുവിനോട് വിരോധം ഉണ്ടാകുവാനുള്ള കാരണം എന്താ? ഇവർ കർത്താവിനോട് ശത്രുക്കളായിട്ട് മാറി എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ എന്താണ് ഇവർക്ക് കർത്താവിനോട് വിരോധം ഉണ്ടാകുവാനായിട്ടുള്ള കാരണം? ഒന്ന്, അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും ദൃഷ്ടിയിൽ ഒരു മതഗുരു എന്നുള്ള നിലയിൽ ജനങ്ങളെ ഉപദേശിക്കുന്നതിന് യേശുവിന് യോഗ്യതയില്ലായിരുന്നു, കർത്താവിന് യോഗ്യതയില്ലായിരുന്നു എന്നുള്ളത്. നമ്മൾ കർത്താവിന്റെ വിദ്യാഭ്യാസത്തെ പറ്റി പറഞ്ഞു എല്ലാവർക്കും ലഭിക്കുന്ന ഒരു പ്രൈമറി എഡ്യൂക്കേഷൻ, സിനഗോഗ് വരെയുള്ള വിദ്യാഭ്യാസം മാത്രമേ അവന് ലഭിച്ചുള്ളൂ. അതിനുശേഷം ഒരു റബ്ബിയുടെ അടുക്കൽ, പേര് കേട്ട ഒരു ഗുരുവിന്റെ കീഴിൽ പോയി ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് ഉള്ള ഒരുപക്ഷെ സാമ്പത്തിക ശേഷി കർത്താവിന്റെ കുടുംബത്തിന് ഉണ്ടായിരുന്നിരിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ കർത്താവിനെ മറ്റുള്ളവർ കാണുന്നത് എങ്ങനെയാ? ഈ പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ കാണുന്നത് എങ്ങനെയാ? ആവശ്യത്തിന് വിദ്യാഭ്യാസം ലഭിക്കാത്ത, ഒരു ഗുരു ആകുവാൻ ആവശ്യത്തിനുള്ള യോഗ്യത ലഭിക്കാത്ത ആളായിട്ടാണ് അവർ കർത്താവിനെ കണ്ടത്. റബ്ബിമാരെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിലും അവൻ പഠിച്ചിരുന്നില്ല. പക്ഷെ അവൻ ഉപദേശിക്കുന്നത് വളരെ അധികാരത്തോടെ ഉപദേശിക്കുന്നു. ജനങ്ങളെല്ലാം അവന്റെ ഉപദേശത്തിൽ വളരെ വിസ്മയിക്കുന്നു. ഇത് പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും സഹിക്കുവാൻ കഴിയാത്ത കാര്യമായിരുന്നു. അതുകൊണ്ട് കർത്താവിനോട് അവർക്ക് ശത്രുത ഉണ്ടാകുവാനുള്ള ഒരു കാരണം. രണ്ട്, മറ്റൊരു കാരണം ഒരുപക്ഷെ കർത്താവ് വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ്, ദരിദ്ര കുടുംബത്തിലാണ് ജനിച്ചത് എന്നുള്ളതും ഒരുപക്ഷെ അതിനൊരു കാരണമാകാം. കാരണം അവരുടെ തന്നെ വാക്കുകളിൽ അവർ പറയുന്നുണ്ടല്ലോ, ഇവൻ തച്ചന്റെ മകനല്ലയോ, ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ, ഇവന്റെ സഹോദരന്മാരെയും സഹോദരികളെയും നാം അറിയുകയില്ലേ എന്നിങ്ങനെ അവര് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുച്ഛത്തോടെയാ പറയുന്നത്.
ഇവൻ ഇത്ര നമുക്കെല്ലാം അറിയാമല്ലോ ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള തരത്തിലാണ് പറയുന്നത്. അപ്പോൾ കർത്താവിന്റെ ഒരു ഭവനാന്തരീക്ഷത്തെ പറ്റി, കുടുംബത്തെ പറ്റി, ദരിദ്രരായ മനുഷ്യരായിരുന്നതുകൊണ്ട് അവരെ പറ്റി ഈ പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും ഒന്നും വലിയ മതിപ്പില്ലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മാത്രമല്ല കർത്താവ് വളർന്നു വന്നത് എവിടെയാ? ഗലീലയിലാണ് കർത്താവ് വളർന്നു വന്നത്. പക്ഷെ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും കാഴ്ച അനുസരിച്ച് ഒരു പുരോഹിതൻ ഒരു പ്രവാചകൻ എപ്പോഴും ഉയർന്നു വരേണ്ടത് യഹൂദിയയിൽ നിന്നാണ്. അപ്പോൾ യെരുശലേമിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച് അവിടുത്തെ സംസ്കാരം ഉൾക്കൊണ്ട് യഹൂദ പ്രമാണികളുടെ ബഹുമാനമൊക്കെ ലഭിച്ച ഒരു കുലീനനായിരിക്കണം തങ്ങളുടെ മശിഹ എന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ഇതിൽ നിന്നും വിഭിന്നമായി ജാതികളുടെ ഗലീലയിൽ വളർന്നു വന്ന ദരിദ്രമായ കുടുംബത്തിൽ ജനിച്ചു വന്ന ആവശ്യത്തിന് വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ല എന്ന് കരുതുന്ന കർത്താവിനെ അംഗീകരിക്കുവാനായിട്ട് അവർക്ക് പ്രയാസമുണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിന്റെ മൂന്നാമത്തെ കാരണം പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും കാഴ്ചയിൽ യേശു ഒരു പാപിയായിരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അവൻ ന്യായപ്രമാണം ലംഘിക്കുവാൻ തക്കവണ്ണം ജനങ്ങളെ പ്രേരിപ്പിച്ചു. അവൻ തന്നെ ന്യായപ്രമാണം ലംഘിക്കുകയും അത് ലംഘിക്കുവാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് പരീശന്മാർ കരുതി. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രിമാർ പറയുന്നത് ഒരു വൈദ്യൻ ഒരാളെ സുഖപ്പെടുത്തുന്നത് ശബത്ത് ദിവസം അത് അത്ര ക്രിട്ടിക്കലായിട്ട് ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ അവൻ മരിച്ചു പോകും എന്നുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ ശബത്ത് ദിവസം രോഗിയെ ചികിത്സിക്കുവാനായിട്ടോ സുഖപ്പെടുത്തുവാനായിട്ടോ പാടില്ല. പക്ഷേ കർത്താവ് എന്താ ചെയ്ത്? ശാബത്ത് ദിവസം സിനഗോഗിൽ നിൽക്കുമ്പോൾ അവന്റെ അടുക്കിലേക്ക് വന്ന രോഗികളെ അവൻ സൗഖ്യമാക്കുന്നത് നമ്മളുണ്ട്. വരണ്ട കൈയുള്ള മനുഷ്യനെ സൗഖ്യമാക്കുന്ന സമയത്ത് നമ്മളിത് കാണുന്നുണ്ട്. ഇവന്റെ ശത്രുക്കൾ നോക്കിയിരിക്കുകയാണ്, ഇവരെ സൗഖ്യമാക്കുകയില്ല. കാരണം വരണ്ട കൈയുടെ സ്വാധീനക്കുറവ് എന്ന് പറയുന്ന ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് അല്ല. അപ്പോൾ ശബത്ത് ദിവസം അവൻ ശബത്തിന്റെ നിയമം ലംഘിച്ചുകൊണ്ട്, ശാസ്ത്രിമാരുണ്ടാക്കിയ നിയമം ലംഘിച്ചുകൊണ്ട് സൗഖ്യം കൊടുക്കുമോ എന്ന് അവർ നോക്കിയിരുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് എന്നാൽ ശബത്തിനെ ലംഘിക്കുകയല്ല, നമുക്കറിയാം. മറിച്ച് ശബത്തിലൂടെ ശബത്ത് ആചരിക്കുന്നത് എന്തിനു വേണ്ടിയാണോ ദൈവം നൽകിയത് അതിന്റെ ഉദ്ദേശത്തെ പൂർത്തീകരിക്കുക ചെയ്യുന്നത്. മനുഷ്യന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയും മനുഷ്യന്റെ ആശ്വാസത്തിന് വേണ്ടിയും മനുഷ്യന്റെ വിശ്രമത്തിന് വേണ്ടിയും ദൈവവുമായിട്ടുള്ള അവന്റെ ബന്ധം ശക്തിപ്പെടുന്നതിന് വേണ്ടിയും ഒക്കെയായി നൽകിയിരിക്കുന്ന ശബത്തിൽ സൗഖ്യം നൽകുന്നത് സൃഷ്ടിയുടെ പൂർണ്ണതയിലേക്ക് വിടുതൽ നൽകുന്ന അനുഭവമായിട്ട് കർത്താവ് കണ്ട അതിന്റെ പൂർണ്ണതയിലേക്കാണ് കർത്താവ് ആ സൗഖ്യദായക ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നത്. പക്ഷെ പരീശന്മാരെ സംബന്ധിച്ചിടത്തോളം ശബത്തിൽ ഇവൻ സൗഖ്യമാക്കുന്നത് കൊണ്ട് അവൻ ന്യായപ്രമാണത്തെ ലംഘിക്കുന്ന പാപിയായിട്ട് അവർ കർത്താവിനെ കരുതുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ ഒരു ശബത്ത് ദിവസം വഴി നടക്കുന്ന സമയത്ത് കർത്താവിന്റെ ശിഷ്യന്മാര് കതിര് പറിച്ച്, വിളഞ്ഞു നിൽക്കുന്ന കതിര് പറിച്ച് കയ്യിൽ തിരുമ്മി കഴിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതിനെയും ശബത്തിന്റെ ലംഘനമായിട്ടാണ് ശാസ്ത്രമാർ വ്യാഖ്യാനിക്കുന്നത്. 4 ലംഘനം അവിടെ ശാസ്ത്രമാർ അതിൽ പറയുന്നുണ്ട്. കതിര് പറിച്ചു എന്നുള്ളതിനെ കൊയ്യുന്നതിന് തുല്യമായിട്ട്, കൊയ്ത്ത് നടത്തുന്നതിന് തുല്യമായിട്ടും, ആ കതിർമണികൾ പറിച്ചെടുക്കുന്നതിനെ അത് മെതിക്കുന്നതിന് തുല്യമായിട്ടും, അത് കയ്യിലിട്ട് തിരുമ്മി അത് കഴിക്കുന്നു എന്നുള്ളത് അത് പൊടിക്കുന്നതിന് തുല്യമായിട്ടും, ഇതെല്ലാം ചെയ്ത് അത് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് തുല്യമായിട്ടും, ഇങ്ങനെ 4 കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ശബത്തിനെ ലംഘിച്ചതായിട്ടാണ് ശാസ്ത്രിമാർ അതിനെ വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കാഴ്ചയിൽ കർത്താവ് പാപിയായ ഒരു മനുഷ്യനായിരുന്നു എന്ന് അവർ കരുതുവാനായിട്ട് ഇടയായി. എന്നാൽ കർത്താവ് നമുക്കറിയാം ഇതിന്റെ ആചാരങ്ങളും ബാഹ്യമായ ക്രമീകരണങ്ങളെയല്ല, മറിച്ച് ആ ശാബത്തിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥത്തിനാണ് കർത്താവ് പ്രാമുഖ്യം നൽകിയത്. എന്തിനു വേണ്ടിയാണ് ശാബത്ത് എന്നുള്ളതിനാണ് കർത്താവ് പ്രാമുഖ്യം നൽകിയത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 4മതൊരു റീസൺ, കർത്താവിനോട് അവർക്ക് ശത്രുത തോന്നുന്നതിന് 4മത്തെ ഒരു റീസൺ എന്ന് പറയുന്നത്, യഹൂദന്മാരുടെ പതിവനുസരിച്ച് കർത്താവും ശിഷ്യന്മാരും ഉപവസിക്കുന്നില്ല, ഉപവാസങ്ങൾ അനുഷ്ഠിക്കുന്നില്ല, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് പാരമ്പര്യം അനുശാസിക്കുന്ന പ്രകാരം കൈ കഴുകുന്നില്ല. മുമ്പേ നമ്മൾ പറഞ്ഞു പരീശന്മാർ എങ്ങനെയാണ് കൈ കഴുകുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ തരത്തിൽ കർത്താവ് ചെയ്യുന്നില്ല എന്നുള്ളതും ന്യായപ്രമാണത്തിന്റെ ലംഘനമായിട്ട് അവർ കരുതി. കർത്താവിനോട് അവരത് പറയുന്നുണ്ട്, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കർത്താവ് അവരോട് മറുപടി പറയുന്നുണ്ടല്ലോ, മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർ ഉപവസിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കർത്താവും ശിഷ്യന്മാരും ന്യായപ്രമാണത്തിലെ ശാസ്ത്രിമാരുടെ നിയമപ്രകാരം ഉപവാസങ്ങളെല്ലാം ചെയ്യുന്നില്ല, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അവർ ഈ രീതിയിൽ കൈ കഴുകുന്നില്ല എന്നൊക്കെ ഉള്ളത് ന്യായപ്രമാണത്തിന്റെ ലംഘനമായിട്ട് കരുതി കർത്താവിനോട് അവർക്ക് ശത്രുത ഉണ്ടാകുന്നുണ്ട്. മറ്റൊരു റീസൺ, 5മത്തെ ഒരു റീസൺ എന്ന് പറയുന്നത്,
പാപികളായ മനുഷ്യരോടുള്ള കർത്താവിന്റെ കാഴ്ചപ്പാടാണ്. അറിയാം, കർത്താവിനെ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത് പാപികളുടെ സുഹൃത്തായിട്ടാണ്. അവൻ എപ്പോഴും പാപികളായ മനുഷ്യരോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ശ്രമിച്ചവനാണ്. ചുങ്കക്കാരോടുകൂടെ ഭക്ഷണം കഴിക്കുന്നു. മോശമായ വഴികളിലൂടെ നടക്കുന്ന സ്ത്രീകൾ അവനിലേക്ക് അനുതാപത്തോടെ കടന്നു വരുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുന്നു. ചുങ്കക്കാരുടെ വീട്ടിൽ പോകുന്നു, പാപികളോട് ചേർന്ന് നടക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള എപ്പോഴും അവൻ പാപികളായ മനുഷ്യരോട് ചേർന്ന് നടക്കുന്നു എന്നുള്ള, അല്ലെങ്കിൽ പരീശന്മാരുടെ ശാസ്ത്രിമാരുടെയും കണ്ണിൽ പാപികളായ മനുഷ്യരോട് ചേർന്ന് നടക്കുന്നു എന്നുള്ളത് കർത്താവിനോടുള്ള അവരുടെ വിരോധത്തിന് ഒരു കാരണമായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആറാമത്തെ ഒരു റീസണൂടെ അതിന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയുന്നത്, യേശുവിൻ്റെ ഉന്നതമായ അവകാശവാദങ്ങൾ പരീശന്മാരുടെ വിദ്വേഷം ആളിക്കത്തിക്കുവാനായിട്ടിടയായി. എന്തായിരുന്നു യേശുവിൻ്റെ അവകാശവാദം എന്ന് പറയുന്നത്? ഒന്ന്, താൻ മശിഹായാണ് എന്നുള്ള കർത്താവിൻ്റെ ക്ലെയിം. അതുപോലെ പാപം മോചിക്കുവാൻ തനിക്ക് അധികാരമുണ്ട് എന്നുള്ള കർത്താവിൻ്റെ ക്ലെയിം. ദൈവത്തെ അബ്ബ എന്ന് വിളിക്കുന്ന, അപ്പ എന്ന് വിളിക്കുന്നത് വഴി ദൈവത്തോട് നിസ്തുലമായ ബന്ധം തനിക്കുണ്ട്, ഞാനും പിതാവും ഒന്നാകുന്നു എന്നൊക്കെ കർത്താവ് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ദൈവവുമായിട്ടുള്ള തൻ്റെ ബന്ധത്തെ പറ്റി അവൻ പറയുന്നത്, ഇതൊക്കെ ദൈവദൂഷണമായിട്ടാണ് ആര് കരുതിയിരുന്നത്? പരീശന്മാരും സാദൂക്യരും കരുതിയിരുന്നത്. കർത്താവിന്റെ ക്ലെയിം ഒക്കെ ചെയ്യുന്നിടത്ത് അവരത് പറയുന്നുണ്ട്. പാപം മോചിക്കുവാൻ മനുഷ്യന് അധികാരമില്ല, ദൈവത്തിന് മാത്രമാണ് അധികാരം എന്നൊക്കെ പറഞ്ഞ് അവർ കൺഫ്രണ്ട് ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവിന്റെ ഇത്തരത്തിലുള്ള ക്ലെയിമുകൾ, മശിഹായാണെന്നുള്ള ക്ലെയിം, പാപം മോചിക്കുവാൻ അധികാരമുണ്ടെന്നുള്ളതായിട്ടുള്ള ക്ലെയിം, പിതാവായ ദൈവവുമായി തനിക്ക് അടുത്ത ബന്ധമാണ് ഉള്ളത് എന്നുള്ളതായിട്ടുള്ള ക്ലെയിം, ഇതൊക്കെ ആരുടെ വിദ്വേഷത്തിന് കാരണമായിട്ട് തീരുന്നു? പരീശന്മാരുടെയും സദൂക്യരുടെയും ശാസ്ത്രിമാരുടെയും പുരോഹിതന്മാരുടെയും ഒക്കെ വിദ്വേഷത്തിന് കാരണമായിട്ട് തീരുന്നു. ഇവർക്ക് കർത്താവിനോട് വിദ്വേഷം ഉണ്ടായിട്ട് ഇവരെന്താ ചെയ്യുന്നത്? പുതിയ ജനങ്ങളെ കർത്താവിന് നേരെ തിരിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. യഹൂദ പ്രമാണികൾ എന്ത് ചെയ്യുന്നു? ഇവർക്ക് ജനങ്ങളുടെ ഇടയിൽ കർത്താവിന് വലിയ പോപ്പുലാരിറ്റി ഉണ്ടാകുന്നു എന്നറിയുമ്പോൾ അവർ ഭയപ്പെട്ടിട്ട് തങ്ങളുടെ ആളുകളെ ജനത്തിന്റെ ഇടയിലേക്ക് പറഞ്ഞയക്കുന്നു. ഈ ആളുകൾ ജനത്തിന്റെ ഇടയിൽ പോയി കർത്താവിനെതിരെ സംസാരിച്ചുകൊണ്ട് ജനത്തിന്റെ മനസ്സിനെ കർത്താവിനെതിരെ മാറ്റിയെടുക്കുവാനായിട്ട് അവർ ശ്രമിച്ചു. ഒരു പരിധി വരെ അവരതിൽ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ ഈ പ്രമാണികളുടെ കുടിലതന്ത്രത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് കർത്താവിനോടുള്ള മതിപ്പ് കുറഞ്ഞു വരികയും കർത്താവിനോടുള്ള എതിർപ്പ് കൂടി വരികയും ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആദ്യം കർത്താവിന് ജനങ്ങൾ നൽകിയ വലിയ ആവേശപൂർവമായ ആദരവ് ഈ പ്രമാണികളുടെ ഇടപെടലിലൂടെ പെതിയെ കുറഞ്ഞു വന്നിട്ട് അവനെ ശത്രുവായിട്ട് ആളുകൾ കാണുവാനായിട്ടും എതിർക്കുവാനുമായിട്ടും ഒക്കെ തുടങ്ങി. അതുപോലെ അവർ ജനങ്ങളെ മാത്രമല്ല തിരിച്ചത്, ഹെരോദാവിന്റെ ആളുകളെയും ആർക്കെതിരെ തിരിക്കുന്നുണ്ട്? കർത്താവിനെതിരെ തിരിക്കുന്നുണ്ട്. ഇതെല്ലാം അവരുടെ ഒരു ട്രാപ്പിന്റെ ഭാഗമാണ്, അവരൊരുക്കുന്ന ട്രാപ്പിന്റെ ഭാഗമാണ്. അപ്പോൾ ഹെരോദാവിനെ എന്ത് പറഞ്ഞാണ് ഭയപ്പെടുത്തുവാനായിട്ട് കഴിയുക? ഇവൻ നിനക്ക് പകരം രാജാവാകും എന്ന് പറഞ്ഞ് ഹെരോദാവിനെ ഭയപ്പെടുത്തി. അങ്ങനെയുള്ള ഒരു ചിന്ത ഹെരോദാവിന്റെ ഇടയിൽ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും നമുക്കറിയാം, ആ സമയം ഹെരോദാവ് യോഹന്നാൻ സ്നാപകനെ കഴുത്തറുത്ത് കൊല്ലുന്നുണ്ട്. അതിനുശേഷം കർത്താവ് വലിയ ആവേശത്തോടെ പ്രവർത്തിക്കുമ്പോൾ ഹെരോദാവ് തന്നെ ഭയപ്പെടുന്നുണ്ട്. താൻ കൊന്നുകളഞ്ഞ യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നതാണ് യേശുവിൽ കാണുന്നത് എന്നുള്ള തരത്തിൽ ഹെരോദാവ് ഭയപ്പെടുന്നതൊക്കെ നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഹെരോദാവിന്റെ ഈ ഭയം മുതലെടുത്തുകൊണ്ട് ഇവൻ ഒരു രാജാവായിട്ട് നിന്റെ സ്ഥാനം തട്ടിയെടുക്കും എന്നുള്ള ചിന്ത ഹെരോദാവിന് കൊടുത്തുകൊണ്ട് ഹെരോദാവിനെയും അവന്റെ ആളുകളെയും കർത്താവിന് നേരെ തിരിക്കുവാനായിട്ട് ഇവർക്ക് സാധിച്ചു എന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ ജനങ്ങൾക്ക് കർത്താവിനോടുള്ള ഒരു താല്പര്യം കുറയുന്നതിനുള്ള ഒരു കാരണമാണ്, നമ്മൾ മുൻപേ പറഞ്ഞു, ജനങ്ങൾക്ക് മസിഹായെ പറ്റിയുള്ളത് വ്യത്യസ്തമായ ഒരു ധാരണയായിരുന്നു. ഒരു പൊളിറ്റിക്കൽ മസിഹായാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. തങ്ങളുടെ എല്ലാം ആവശ്യവും നിർവഹിച്ചു തരുന്ന ഒരു മസിഹായാണ് അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. 5 അപ്പം കൊണ്ട് 5000 പേരെ കർത്താവ് പോഷിപ്പിച്ചപ്പോൾ വലിയ ജനക്കൂട്ടം ആവേശം കൊണ്ട് കർത്താവിന്റെ പിന്നാലെ പോയത് ഈ അത്ഭുതം കണ്ടിട്ടാണ്. ഇവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് തങ്ങളുടെ രാജാവായിട്ട് മാറും എന്ന് കരുതിക്കൊണ്ടാണ്. എന്നാൽ പെതിയെ മുന്നോട്ട് കാലം പോയപ്പോൾ കർത്താവ് തന്നെ ഇവർക്ക് വ്യക്തമാക്കി കൊടുക്കുവാനായിട്ട് കർത്താവിന് മനസ്സിലായി, ഇവർ താൻ ഉദ്ദേശിക്കുന്ന ദൈവരാജ്യത്തിന്റെ ചിന്തകളല്ല ജനത്തിന്റെ മനസ്സിലിരിക്കുന്നത്, അവർ മറ്റൊരു തരത്തിലുള്ള മശിഹായെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് കർത്താവിന് മനസ്സിലായപ്പോൾ കർത്താവ് എന്ത് ചെയ്തു?
ആ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുവാനായിട്ട് കർത്താവ് ശ്രമിക്കുന്നുണ്ട്. കർത്താവ് തന്നെ അവരോട് പറയുന്നുണ്ട്, ഈ ലോകത്തിന്റെ ഭക്ഷണം അല്ല ഞാൻ നിങ്ങൾക്ക് നൽകുവാനായിട്ട് ശ്രമിക്കുന്നത്, മറിച്ച് നിത്യജീവന്റെ ഭക്ഷണമാണ് നിങ്ങൾക്ക് വേണ്ടി നൽകുവാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് കർത്താവ് പറയുന്നുണ്ട്. കവർന്നഹൂമിൽ വെച്ച് ജനത്തോട് വളരെ കൃത്യമായിട്ട് കർത്താവ് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നശിച്ചു പോകുന്ന ആഹാരമല്ല, നിത്യജീവന് വേണ്ടിയുള്ള ആഹാരമാണ് മനുഷ്യപുത്രൻ നൽകുന്നത് എന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ ഇതുകൂടി കേട്ട് കഴിഞ്ഞപ്പോൾ ജനത്തിന് അവനിലുള്ള താല്പര്യം നശിച്ചു. അതിനോട് ചേർന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, അവനെ അനുഗമിച്ചിരുന്ന ഭൂരിഭാഗം ആളുകളും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവനെ വിട്ടുപോയി. കാരണം തങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലല്ല ഇവൻ പ്രവർത്തിക്കുവാനായിട്ട് പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവനെ അനുഗമിച്ച പലരും അവനെ വിട്ടുപോകുവാനായിട്ട് ഇടയായി എന്നുള്ളത് നമുക്കവിടെ വായിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ പതിയെ പതിയെ ജനങ്ങളുടെ ഇടയിൽ കർത്താവിനുണ്ടായിരുന്ന ആ വലിയ പിന്തുണ കുറഞ്ഞ് ചുരുക്കം ചെറിയ ഒരു കൂട്ടമായിട്ട് കർത്താവിന്റെ കൂട്ടം മാറുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ കർത്താവിനോട് ചേർന്ന് നടക്കുന്നത് ആരാ? അവന്റെ ശിഷ്യന്മാരും അല്ലാതെയുള്ള കുറച്ച് ഇത് കേട്ടിട്ടും വിട്ടുപോകാത്ത കുറച്ച് ആളുകൾ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഒരു ചെറിയ കമ്മ്യൂണിറ്റിയാണ് അതിനുശേഷം കർത്താവിനോട് കൂടി ചേർന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഗലീലയിൽ ചെലവഴിച്ച അവസാനത്തെ 6 മാസങ്ങൾ, ഈ 1 വർഷം കഴിയാറായപ്പോഴേക്കും നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ ജനസമ്മതി കുറഞ്ഞു. പിന്നെയുള്ള 6 മാസങ്ങൾ കർത്താവ് പെതിയെ വലിയ പബ്ലിക് അപ്പിയറൻസുകളൊക്കെ നടത്താതെ ഉള്ള ഒരു ശുശ്രൂഷയാണ് നമുക്ക് മുൻപോട്ട് കാണുവാനായിട്ട് നടക്കുന്നത്. ആ സമയത്ത് അവസാനത്തെ 6 മാസം പൊതുപ്രസംഗങ്ങൾ നടത്തുകയോ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയോ ചെയ്യാതെ നമ്മൾ മുൻപേ പറഞ്ഞ അവന്റെ കൂടെ വിട്ടുപോകാതെ അവനോട് ചേർന്ന് നിന്ന ആ ഒരു ചെറിയ കൂട്ടം ആളുകളുമായിട്ട് പലയിടങ്ങളിലേക്ക് അവൻ വിദൂരമായ സ്ഥലങ്ങളിലേക്കൊക്കെ സഞ്ചരിച്ചു. വലിയ ആൾ സഞ്ചാരമില്ലാത്ത, ആൾതാമസമില്ലാത്ത വിജനമായ സ്ഥലങ്ങളിലൂടെയൊക്കെ അവൻ സഞ്ചരിക്കുകയും ഈ സമയത്ത് തന്നോട് കൂടെ തന്നെ വിട്ടുപോകാത്ത ഈ ചെറിയ കമ്മ്യൂണിറ്റിയോട് തന്നെ പറ്റി കൂടുതലായ ഉപദേശങ്ങൾ നൽകുവാനായിട്ട് കർത്താവ് ശ്രമിക്കുകയും ചെയ്തു. പ്രത്യേകിച്ചും പൊതുജന ശ്രദ്ധ കഴിവതും ഒഴിഞ്ഞുകൊണ്ട് വിജന മേഖലയിലും വിദൂര കേന്ദ്രങ്ങളിലും ശിഷ്യന്മാരുമായിട്ട് യേശു സഞ്ചരിച്ചു. വടക്ക് പടിഞ്ഞാറുള്ള സോരിലും സീദോനിലും വടക്ക് കിഴക്കുള്ള കൈസരിയ ഫിലിപ്പിയിലും ഗലീല കിടലിന്റെ തെക്ക് കിഴക്കായിട്ടുള്ള ദെക്കപ്പൊലി നാട്ടിലും യേശു ശിഷ്യന്മാരുമായിട്ട് ഈ വേളയിൽ യാത്ര നടത്തിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ 6 മാസക്കാലം യാത്രയുടെ സമയമായിരുന്നു. അത് വലിയ ജനശ്രദ്ധയിൽ നിന്ന് മാറി കർത്താവ് തൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ട് തന്നെ വിട്ടുപോകാത്ത ആ ചെറിയ കൂട്ടവുമായിട്ട് കർത്താവ് യാത്ര ചെയ്തതായിട്ടാണ് ഈ 6 മാസം നമുക്ക് ഗലീലിയൻ മിനിസ്ട്രിയുടെ ഏതാണ്ട് 1.5 വർഷക്കാലം നീണ്ടു നിന്ന ആ ഗലീലയിലെ ശുശ്രൂഷയുടെ അവസാനത്തെ 6 മാസങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു 6 മാസത്തിൽ കർത്താവ് സഞ്ചരിച്ച വഴികളും പ്രധാനപ്പെട്ട സ്ഥലങ്ങളും ഒക്കെ കൂടെ നമ്മളൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അതിലൊന്നാണ് കൈസരിയ ഫിലിപ്പി എന്ന് പറയുന്നത്. കാരണം കൈസരിയ ഫിലിപ്പിയിൽ വെച്ച് ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു സംഭവം നമുക്ക് നടക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനിയും നമ്മൾ അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങളിലെല്ലാം, ഇപ്പൊ കൈസരിയ ഫിലിപ്പിയിലാവട്ടെ മറ്റു സ്ഥലങ്ങളിലാവട്ടെ, കർത്താവ് നടത്തുന്ന ഈ 6 മാസത്തെ യാത്രയുടെ എല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ എന്തുണ്ട്? കർത്താവിന്റെ മരണം ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. കാരണം കർത്താവിന്റെ ക്രൂശീകരണം തൊട്ടടുത്തെത്തിയിരിക്കുന്നു. ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ താൻ ക്രൂശിക്കപ്പെടുവാനും കഷ്ടത അനുഭവിക്കുവാനും പോവുകയാണ് എന്ന് കർത്താവിന് വ്യക്തമായ ബോധ്യവും അറിവുമുണ്ട്. അപ്പോൾ അതിന്റെ വെളിച്ചത്തിലാണ് തുടർന്നുള്ള ഈ കാര്യങ്ങളെല്ലാം കർത്താവ് പഠിപ്പിക്കുകയും ചെയ്യുകയും ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ വലിയ ആവേശത്തോടെ സ്വീകരിച്ചിരുന്ന ഗലീലക്കാർ, അല്ലെ, ആദ്യം നമ്മൾ കണ്ട് യഹൂദയിൽ മിനിസ്ട്രി ആരംഭിച്ചിട്ട് അവിടെ നിന്ന് ഗലീലയിലേക്ക്, അവിടെ ഉള്ളവർക്ക് തന്നെ താല്പര്യമില്ല എന്ന് കണ്ട് ഗലീലയിലേക്ക് മടങ്ങി വന്നപ്പോൾ കർത്താവിന് വലിയ സന്തോഷമായിരുന്നു. ഗലീലയിലെ ആളുകൾ വലിയ സന്തോഷത്തോടെ അവരെ സ്വീകരിച്ചതായിട്ട് നമ്മൾ കണ്ടു. പക്ഷെ ഈ ആളുകളൊക്കെ തന്നെ വിട്ടുപോയത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും കർത്താവിന്റെ ഉള്ളിൽ വലിയ പ്രയാസം ഉണ്ടായി കാണുവാനായിട്ട് സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ കർത്താവിന്റെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുവാനുള്ള ഒരു ചോദ്യമാണ്, ഇവർക്ക് ആർക്കെങ്കിലും എന്നെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ഞാൻ ഇത്രയേറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും എൻ്റെ കൂടെ നടന്നിട്ടും ഇവരും ശരിയായിട്ടാണോ എന്നെ മനസ്സിലാക്കുന്നത്? ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ശിഷ്യന്മാരും ഈ ചെറിയ സമൂഹവും ഞാൻ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ തന്നെയാണോ എന്നെ മനസ്സിലാക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം കർത്താവിന്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് കർത്താവ് എവിടേക്ക് യാത്ര ചെയ്യുന്നത്? ഗലീലയുടെ വടക്ക് ഭാഗത്ത് നോർത്തേൺ സൈഡിലുള്ള കൈസരിയ ഫിലിപ്പിയിലേക്ക് പോകുന്നത്. അപ്പൊ ഈ പ്രദേശം ഹെരോദാവിന്റെ അധികാരത്തിൽപ്പെട്ട പ്രദേശമല്ല, മറിച്ച്
ഫിലിപ്പോസിന്റെ അധികാരത്തിൽപ്പെട്ട പ്രദേശമാണ്. നമ്മൾ ആദ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ഹെരോദ് ദ ഗ്രേറ്റ് അദ്ദേഹം മരിക്കുമ്പോൾ തന്റെ 3 മക്കൾക്കായിട്ട് രാജ്യം വിഭാഗിച്ചു കൊടുക്കുന്നത് നമ്മൾ വായിക്കുകയുണ്ടായി. അതിലൊരാളാണ് ഈ ഫിലിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിലിപ്പിന്റെ ചുമതലയിലുള്ള ഭരണത്തിലുള്ള പ്രദേശമാണ് ഇത്. ഇവിടെ വെച്ചാണ് കർത്താവ് ആ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇവരോട് ചോദിക്കുന്നത്. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്നുള്ള ചോദ്യം കർത്താവ് അവരോട് ചോദിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുൻപ് ഈ കൈസരിയ ഫിലിപ്പിയയുടെ ഒരു ഹിസ്റ്ററി കൂടി നമ്മളൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഒന്ന്, ഇതിന് ചില ഇമ്പോർട്ടൻസ് ഉണ്ട്, ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒന്ന്, ഈ സ്ഥലം പഴയ കാലത്ത്, പ്രാചീന കാലത്ത് കനാന്യ ദേവനായ ബാലിന്റെ ആരാധനാ കേന്ദ്രം ആയിരുന്നു. അപ്പോൾ ബാൽ ദേവന്റെ ഒരു വലിയ ആരാധനാ കേന്ദ്രമായിട്ട് അവിടെ ബാലിന്റെ ക്ഷേത്രങ്ങളൊക്കെ സ്ഥിതി ചെയ്തിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ കൈസരിയ ഫിലിപ്പി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യവന ദേവന്മാരുടെ, അതായത് ഗ്രീക്ക് ദേവന്മാരുടെ ആരാധനയും തിങ്ങി നിന്ന ഒരു സ്ഥലമായിരുന്നു ഇത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മലഞ്ചെരിവിലുള്ള ഒരു ഗുഹയുടെ ഉള്ളിൽ ഒരു വലിയ ഒരുപാട് ജലമുള്ള ഒരു ഉറവയുണ്ടായിരുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. അവിടെ ഗ്രീക്ക് ദേവനായ പാൻ, അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ഇതാണ് എന്നുള്ള ഒരു ഗ്രീക്ക് വിശ്വാസം, യവന വിശ്വാസമൊക്കെ നടന്നിരുന്നു. അതിന്റെ പേരിൽ പിന്നീട് ഈ സ്ഥലത്തിന് പാനിയസ് എന്ന സ്ഥലത്തിന് പേരൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്ന അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഓർത്തിരുന്നെങ്കിലും ഗ്രീക്ക് ദേവന്മാരുടെ ആരാധനയും നിറഞ്ഞു നിന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു അത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ യോർദാൻ നദി ഇവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നുള്ള ഒരു വിശ്വാസവും ഉണ്ടായിരുന്നു. ഈ മലനിരകളുടെ ഉള്ളിൽ മണ്ണിന്റെ അടിയിൽ വലിയ അഗാധത്തിലുള്ള ഒരു ജലാശയം ഉണ്ടെന്നും അതിൽ നിന്നാണ് യോർദാൻ നദി ആരംഭിച്ച് പിന്നീട് ഒഴുകി പോകുന്നത് എന്നുമൊക്കെ ഉള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു. ജോസീഫസ് ഒക്കെ അത് രേഖപ്പെടുത്തുന്നുണ്ട്. നാലാമത് ഈ സ്ഥലത്തെ പറ്റി പറയുന്നത് ഇതൊരു വളരെ മനോഹരമായ ഒരു നഗരമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് റോമ ചക്രവർത്തിയായ അഗസ്റ്റസ് കൈസർ ഹെരോദ് ദ ഗ്രേറ്റിന്, ഇപ്പോൾ നമ്മൾ പറയുന്ന ഫിലിപ്പിന്റെ പിതാവ് ഹെരോദ് ദ ഗ്രേറ്റിന് സമ്മാനമായിട്ട് കൊടുത്തതാണ് ഈ പട്ടണം. BC 20 അദ്ദേഹം അത് അദ്ദേഹത്തിന് ദാനമായിട്ട് നൽകി. അപ്പോൾ ഹെരോദാവ് എന്ത് ചെയ്തു? മാർബിൾ കൊണ്ട് ഈ കുന്നിന്റെ മുകളിൽ ഒരു വലിയ ക്ഷേത്രം പണിതുയർത്തിയിട്ട് ഈ അഗസ്റ്റസ് കൈസറുടെ, സീസറിന്റെ ഒരു പ്രതിമയൊക്കെ അവിടെ സ്ഥാപിച്ച് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു അമ്പലമൊക്കെ അവിടെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നീട് കൈസർ വേറൊരു, ഹെരോദാവിൽ ഇഷ്ടം തോന്നി വേറൊരു നഗരം അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ അവിടെ പാൻ ദേവന് വേണ്ടി ഹെരോദാവ് ഒരു അമ്പലമൊക്കെ പണിയുന്നുണ്ട്. വെള്ള മാർബിൾ കൊണ്ടൊരു ക്ഷേത്രമൊക്കെ പണിയുന്നുണ്ട്. ഈ ഹെരോദ് ദ ഗ്രേറ്റ് തന്റെ മകനായ ഫിലിപ്പിന് അധികാരത്തിൽ കൊടുത്ത സ്ഥലമാണ് ഈ കൈസരിയ ഫിലിപ്പി എന്ന് പറയുന്നത്. ഇതതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ്. അത് നമ്മളൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ മതപരമായും ചരിത്രപരമായും ഒക്കെ ഏറെ പ്രത്യേകതകളുള്ള ഈ സ്ഥലത്ത് വെച്ചാണ് കർത്താവ് ഈ പ്രസക്തമായ ചോദ്യം ശിഷ്യന്മാരോട് ചോദിക്കുന്നത്. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്നുള്ള ആ ചോദ്യം കർത്താവ് അവരോട് ചോദിക്കുവാനായിട്ട് ഇടയാവുന്നുണ്ട്. അപ്പോൾ ഇതുവരെയും താൻ പീഡാനുഭവത്തെ പറ്റി വലിയ തോതിൽ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ താൻ കഷ്ടം അനുഭവിക്കുവാനായിട്ട് പോകുകയാണ് എന്നുള്ള കാര്യം കർത്താവിന് അവരോട് പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കർത്താവിന് എല്ലായ്പ്പോഴും അറിയായിരുന്നു താൻ ദൈവപുത്രനാണെന്നും മശിഹായാണെന്നും. തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ എല്ലാ സമയത്തും ഈ ബോധ്യം കർത്താവിനുണ്ടായിരുന്നു. എന്നാൽ കൈസരിയൽ ഫിലിപ്പയിലെ സംഭവത്തിന് ശേഷമാണ് ഈ മശിഹ ആണ് താൻ എന്നുള്ളതും, അതിനോട് ചേർന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല, എന്നാൽ കഷ്ടം അനുഭവിക്കുന്ന കൊല്ലപ്പെടുന്ന മശിഹായാണ് താനെന്നുമുള്ള ചിന്ത കർത്താവ് ശിഷ്യന്മാർക്ക് നൽകുന്നത് നമ്മൾ കാണുവാനായിട്ട് ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ യഹൂദന്മാർ പ്രതീക്ഷിച്ചതിൽ നിന്നും, ഒരുപക്ഷെ തൻ്റെ ശിഷ്യന്മാർ തന്നിൽ നിന്ന് പ്രതീക്ഷിച്ചതിൽ നിന്നും വിഭിന്നമായ ഒരു മശിഹായാണ് താനെന്ന് ഇതിന് ശേഷമാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് കർത്താവ് ഇതുവരെ അത് പറയാതിരുന്നത് എന്ന് നമുക്ക് ന്യായമായിട്ടും ചിന്തിക്കാം. ഇത്രയും നാളും എന്തുകൊണ്ട് കർത്താവ് ഇത് പറഞ്ഞിട്ടില്ല? നമ്മൾ പറഞ്ഞു, യഹൂദന്മാര് ഒരു പ്രത്യേക തരത്തിലാണ് മശിഹായെ പറ്റി പ്രതീക്ഷിക്കുന്നത്. അവർ വലിയ ശക്തനായിട്ട് വന്ന് യുദ്ധം ചെയ്ത് രാജ്യം സ്ഥാപിക്കുന്ന ഒരു മശിഹായെ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു പ്രതീക്ഷയെ മുതലെടുത്തുകൊണ്ട് കർത്താവിന്റെ കാലഘട്ടത്തിന് മുൻപ് തന്നെ പല ആളുകൾ താൻ മശിഹായാണെന്നും പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുൻപിൽ വന്നിട്ടുണ്ട്. താനാണ് ഈ മശിഹ എന്ന് പറഞ്ഞിട്ട് ജനത്തെ കൂട്ടുകയും ജനങ്ങൾ ഒരുമിച്ച് അവരോട് ചേർന്ന്
ഗവൺമെന്റിനോട് യുദ്ധം ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഗവൺമെന്റ് അവരെ എല്ലാം അടിച്ചുടച്ച് നശിപ്പിച്ചു കളയുന്നു, അവരെ കൊന്നുകളയുവാനായിട്ടിടയായി. അപ്പോൾ ആദ്യം തന്നെ താൻ മശിഹായാണ് എന്ന് കർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ, ശിഷ്യന്മാരോട് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജനത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതേ സംഭവം തന്നെ വീണ്ടും ആവർത്തിക്കും. ജനങ്ങൾ കർത്താവിന്റെ പിന്നാലെ അണിനിരക്കും. തങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ യുദ്ധം ചെയ്യുന്ന മനുഷ്യനായിട്ട് അവനെ കരുതി കർത്താവിനെ കൂട്ടിക്കൊണ്ട് ഗവൺമെന്റിനെതിരെ പോരാടുവാനായിട്ട് ജനങ്ങൾ ഒരു ശ്രമം ഉണ്ടാക്കുകയും അതിന്റെ ഫലമായിട്ട് പണ്ട് സംഭവിച്ചിട്ടുള്ള പോലെ, പലതവണ സംഭവിച്ചിട്ടുള്ള പോലെ ഗവൺമെന്റ് ജനങ്ങളെ അടിച്ചമർത്തുകയും ചെയ്യുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള മെസ്സിഹ എന്നുള്ളതിന്റെ അർത്ഥം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമേ താനാണ് മശിഹ എന്ന് കർത്താവിന് അവരോട് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാരണമെന്ന് പറയുന്നത്, വലിയ സത്യങ്ങൾ, ഇപ്പോൾ മശിഹായെ പറ്റി താൻ മശിഹായാണ് എന്നുള്ള ആ ഒരു വലിയ പരമാർത്ഥം അത് വാക്കുകളിലൂടെ അല്ല തന്നെ പിൻപറ്റുന്നവർ മനസ്സിലാക്കേണ്ടത്, മറിച്ച് അനുഭവത്തിലൂടെയാണ് മനസ്സിലാക്കേണ്ടത്. വാക്കുകളിലൂടെ കേൾക്കുന്നതിന് ചെറിയ ആയുസ് മാത്രമേ ഉള്ളൂ, അത് മനസ്സിനെ ആഴമായിട്ട് സ്വാധീനിക്കത്തില്ല. എന്നാൽ തൻ്റെ കൂടെ നടക്കുകയും തൻ്റെ ജീവിതവും തൻ്റെ പ്രവർത്തനവും കണ്ടിട്ട് വേണം താൻ മശിഹായാണ് എന്ന് തൻ്റെ കൂടെയുള്ളവർ മനസ്സിലാക്കുവാൻ എന്നുള്ളതും ഒരുപക്ഷെ ആദ്യം തന്നെ കർത്താവ് ഈ ക്ലെയിം, താൻ മശിഹായാണ് എന്നുള്ള ക്ലെയിം പരസ്യമായിട്ട് നടത്താത്തതിന്റെ ഒരു കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഭൂതബാധിതര കർത്താവിനെ കാണുമ്പോൾ ഭൂതങ്ങളൊക്കെ നീ ദൈവത്തിന്റെ പുത്രനാണെന്ന് വിളിച്ചു പറയുമ്പോൾ കർത്താവ് അവരെ എല്ലാം നിശബ്ദരാക്കാനാണ് ശ്രമിച്ചത്. അത് ഒരുപക്ഷെ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടായിരിക്കാം എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതുപോലെ കൈസരിയ ഫിലിപ്പിയിൽ വെച്ച് കർത്താവ് ശിഷ്യന്മാരോട് ഈ ചോദ്യം ചോദിക്കുകയാണ്. ഈ ചോദ്യം ഒറ്റ ചോദ്യമായിട്ടല്ല, മറിച്ച് ഒന്ന് രണ്ട് തലങ്ങളിൽ നിന്നുകൊണ്ടാണ് കർത്താവ് ചോദിക്കുന്നത്. ആദ്യം കർത്താവ് എന്താ ചോദിക്കുന്നത്? ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്നാണ് ശിഷ്യന്മാരോട് ചോദിക്കുന്നത്. അപ്പോൾ ശിഷ്യന്മാർ അതിന് പല മറുപടി കൊടുക്കുന്നുണ്ട്. ഒന്ന്, യോഹന്നാൻ അവർ പറയുന്നു, ചില ജനങ്ങൾ നിന്നെപ്പറ്റി ചിലർ കരുതുന്നു നീ യോഹന്നാൻ സ്നാപകൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നതാണ് നീ എന്ന് ചില ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. ഏലിയാവാണ് അല്ലെ, പ്രവാചക വീരനായ ഏലിയാവാണ് നീ എന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ട്. ഇരമ്യാവാണ് നീ എന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ട്. ഇതുപോലെ വേറെ ഒരു പ്രവാചകനാണ് നീ എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നൊക്കെ ശിഷ്യന്മാർ അവനോട് മറുപടി കൊടുക്കുന്നുണ്ട്. ഈ ഇരമ്യാവാണ് എന്ന് വിശ്വസിക്കുന്നതിനോട് ചേർന്ന് രസകരമായ ഒരു ട്രഡീഷൻ കൂടിയുണ്ട്. ഈ പ്രവാസത്തിൽ ദേവാലയം നശിപ്പിക്കപ്പെടുന്നതിന് മുൻപായിട്ട് യഹൂദന്മാരുടെ ഒരു വിശ്വാസമാണ്, ബാബിലോണിലേക്ക് ദേവാലയത്തിലെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ അകത്ത് ദൈവത്തിന്റെ പെട്ടകം ആ കൂട്ടത്തിൽ ഇല്ലായിരുന്നു. അതെവിടെ പോയി എന്നറിയത്തില്ല. അപ്പോൾ ഇവരുടെ ഒരു വിശ്വാസമാണ്, ഇതിനു മുൻപായിട്ട് ഇരമ്യാവ് ഈ പെട്ടകം ജാതികൾ ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ ഈ പെട്ടകം എടുത്ത് നെബോ പർവ്വതത്തിൽ അല്ലെ, മോശയെ അടക്കം ചെയ്ത നെബോ പർവ്വതത്തിൽ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നും കാലസമ്പൂർണതയിൽ മശിഹ വരുമ്പോൾ മശിഹ ഈ ദൈവത്തിന്റെ പെട്ടകം വീണ്ടെടുക്കുമെന്നുള്ള ഒരു പാരമ്പര്യം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചില ആളുകൾ നിന്നെ ഇരമ്യാവ് എന്ന് കരുതുന്നത് എന്ന് ശിഷ്യന്മാര് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ജനങ്ങൾ ആരായിട്ടാണ് എന്നെ കരുതുന്നത് എന്ന് ചോദിച്ചതിന് ശേഷം അടുത്ത കുറച്ചുകൂടി ഡീപ്പായ ഒരു ക്വസ്റ്റ്യനിലേക്ക് കർത്താവ് പ്രവേശിക്കുകയാണ്. കർത്താവ് ചോദിക്കുകയാണ്, അതവിടെ ഇരിക്കട്ടെ, ഇനി നിങ്ങൾ എന്നെ ആരായിട്ടാണ് കരുതുന്നത്, നിങ്ങൾ എന്നെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അവിടെയാണ് ഏറ്റവും അർത്ഥഗർഭമായ ഒരു സ്റ്റേറ്റ്മെന്റ് പത്രോസിൽ നിന്നുണ്ടാവുന്നത്. പത്രോസിന്റെ ഒരു വിശ്വാസ പ്രഖ്യാപനമായിട്ട് നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. വളരെ ധൈര്യത്തോടെ സ്ഫുടമായിട്ട് പത്രോസ് അതിന് മറുപടി പറയുന്നുണ്ട്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. അത് ശരിയായ ഉത്തരമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം മശിഹായുടെ മുന്നോടിയല്ല, ജനങ്ങൾ ഒരുപക്ഷെ മശിഹായുടെ മുന്നോടിയായിട്ട് നിന്നെ കാണുന്നുണ്ടെങ്കിലും നീ മശിഹായുടെ മുന്നോടിയല്ല, നീ മശിഹ തന്നെയാണ്, ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു തന്നെയാണ് എന്നുള്ള ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനം പത്രോസ് അവിടെ നടത്തുന്നുണ്ട്. അതിനെ കർത്താവ് അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പത്രോസിനോട് എന്താ അതിന് കർത്താവ് മറുപടി പറയുന്നത്? ബെറിയോന ശീമോനെ, അല്ലെങ്കിൽ യോനയുടെ മകനായ ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ മശിഹായാണ് എന്നുള്ള അറിവ്, യേശുക്രിസ്തു ദൈവപുത്രനാണ് എന്നുള്ള അറിവ്, ക്രിസ്തു ആണ് എന്നുള്ള അറിവ് എവിടെ നിന്നാണ്? അത് ഈ ലോകത്തിൽ നിന്ന് ലഭിക്കുന്ന അറിവല്ല,
മറിച്ച് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നവർക്ക് മാത്രമേ അത് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അതിനെ അംഗീകരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിനുശേഷം കർത്താവ് പറയുന്നുണ്ട്, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്നും പത്രോസിനോട് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റും കൂടി നമ്മളൊന്ന് ഒരു അല്പം ഡീപ്പായിട്ടൊന്ന് മനസ്സിലാക്കണം. പത്രോസിനോട് നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഈ പാറമേൽ എന്നുള്ളതിന് പല അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒന്ന്, യേശു തന്നെയാണ് ഈ പാറ. നീ ഏറ്റു പറഞ്ഞിരിക്കുന്ന മശിഹായാവുന്ന ദൈവപുത്രനായ യേശു തന്നെയാണ് ഈ പാറ. കാരണം ഈ വിശ്വാസത്തിന്റെ മേലാണ്, മശിഹായുടെ മേലാണ്, ക്രിസ്തുവിന്റെ മേലാണ് സഭ പണിയപ്പെടുന്നത് എന്നുള്ള ഒരു അർത്ഥം നമുക്കതിൽ കാണുവാനായിട്ട് സാധിക്കും. രണ്ട്, പത്രോസിന്റെ ഈ വിശ്വാസമാണ് പാറ. ഏത്? യേശു ക്രിസ്തുവിനെ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹായായിട്ട് ഏറ്റു പറയുന്ന ആ വിശ്വാസമാണ് പാറ. ആ വിശ്വാസമുള്ളവരാണ് സഭ പണിയുവാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ സഭ എന്ന് പറയുന്നത് എന്താണ്? ഈ വിശ്വാസമുള്ളവരുടെ കൂട്ടായ്മയാണ് സഭ എന്ന് പറയുന്നത്. ആ തരത്തിൽ നമുക്ക് അതിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മൂന്ന്, പത്രോസിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ പത്രോസ് പ്രഖ്യാപിച്ചതായിട്ടുള്ള ഈ പ്രഖ്യാപനമാണ് കർത്താവ് ഉദ്ദേശിച്ച ഈ പാറ എന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ് എന്നുള്ള ആ ട്രൂത്ത്, ആ സത്യം, അതാണ് സഭയുടെ അടിസ്ഥാനം. ഇതാണ് പാറ എന്നും ഈ പാറമേലാണ് സഭയെ പണിയുന്നതുമെന്നും നമുക്ക് അതിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നാലാമതായിട്ട് ഒരർത്ഥം കൂടിയുള്ളത് പത്രോസ് തന്നെയാണ് ഈ പാറ എന്നുള്ളതാണ്. കാരണം പത്രോസ് എന്ന വാക്കിന്റെ അർത്ഥവും പാറ എന്നുള്ളതാണ്. പെട്രോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം പാറ, റോക്ക് എന്നുള്ളതാണ്. അപ്പോൾ പത്രോസ് തന്നെയാണ് ഈ പാറ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രോസ് പാറയാകുന്നു എന്ന് പറയുമ്പോൾ അത് ആ ഒരു വ്യക്തിയെ മാത്രം ഉദ്ദേശിച്ചല്ല, മറിച്ച് അതിനെ നമ്മൾ എങ്ങനെയാ കാണേണ്ടത്? പത്രോസിൽ കണ്ട ഈ വിശ്വാസം ഉൾക്കൊള്ളുന്ന എല്ലാ ആളുകളും ഈ പാറയായിട്ട് മാറുകയാണ്. യേശു ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കുന്ന, അവൻ ക്രിസ്തുവാണ് എന്ന് വിശ്വസിക്കുന്ന പിൽക്കാലത്തും, പത്രോസിൽ തുടങ്ങി പിൽക്കാലത്തും സഭയുടെ ഇതുവരെയുള്ള എല്ലാ കാലഘട്ടങ്ങളിലും ഇത് വിശ്വസിക്കുന്ന നമ്മൾ എല്ലാവരും സഭയുടെ അടിസ്ഥാനമാകുന്ന ഈ പാറയാണ് എന്നും നമുക്കതിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇതാണ് കൈസരിയ ഫിലിപ്പിയിൽ വെച്ച് നടക്കുന്ന പ്രധാനപ്പെട്ട ആ ഒരു കൺഫെഷനും കർത്താവിന്റെ ചോദ്യവും ഒക്കെ. ഇതിന് ശേഷമാണ്, നീ മശിഹായാണ് എന്നുള്ള കർത്താവിന്റെ ഈ പഠിപ്പിക്കലിന് ശേഷമാണ്, പത്രോസിന്റെ ഏറ്റുപറച്ചിലിന് ശേഷമാണ് കർത്താവ് പിന്നീട് എന്ത് ചെയ്തു എന്നാ പറയുന്നത്? തൻ്റെ മരണത്തെ പറ്റിയും ക്രൂശീകരണത്തെ പറ്റിയും കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് ആവർത്തിച്ച് പിന്നീട് ശിഷ്യന്മാരോട് പറയുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏത് തരത്തിലുള്ള മശിഹായാണ് എന്ന് ശിഷ്യന്മാരുടെ ഉള്ളിൽ ഉറപ്പുണ്ടാവുന്നതിന് വേണ്ടി കർത്താവ് ഈ സ്റ്റേറ്റ്മെന്റ് പിന്നീട് വീണ്ടും തന്റെ മരണത്തെ പറ്റി പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ ഗുരുവിന് ഈ ദൃശ്യമായ പീഡാനുഭവങ്ങൾ, ഇത് കർത്താവ് ഈ മരണത്തെ പറ്റി പറയുന്നുണ്ട്, പത്രോസ് പറയുന്നുണ്ട്, അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത് എന്ന് പറയുന്നുണ്ട്. നീ ഒരിക്കലും അങ്ങനെ പീഡകൾ അനുഭവിക്കേണ്ടവനല്ല, മരണപ്പെടേണ്ട എന്ന് പറയുമ്പോൾ കർത്താവ് അവനെ റിബ്യൂക്ക് ചെയ്യുന്നുണ്ട്, ശാസിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം പത്രോസ് അങ്ങനെ പറഞ്ഞത്? ഒന്ന്, തനിക്കിഷ്ടപ്പെട്ട, താൻ ഏറെ സ്നേഹിക്കുന്ന കർത്താവ് ഈ ക്രൂശുമരണത്തിലൂടെ, നിന്ദ്യമായ ക്രൂശുമരണത്തിലൂടെ, കഠിനമായ വേദനയിലൂടെയൊക്കെ കടന്നു പോകുന്നത് സ്വാഭാവികമായിട്ടും പത്രോസിന് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒന്ന്, ആ ഒരു റീസൺ. രണ്ട്, അവന്റെ ഉള്ളിൽ ഇപ്പോഴും മശിഹായെ പറ്റിയുള്ള സങ്കല്പം യഹൂദന്മാരുടെ സങ്കല്പവുമായിട്ട് ചേർന്ന് നിൽക്കേണ്ടതാണ്. നീ മശിഹായാണെങ്കിൽ എങ്ങനെയാണ് ഈ കഷ്ടതയിലൂടെ നിനക്ക് കടന്നു പോകുവാനായിട്ട് സാധിക്കുക? നീ യുദ്ധം ചെയ്ത് ജയിക്കേണ്ടവനല്ലേ എന്നുള്ള ഒരു ചിന്ത ഒരുപക്ഷെ അപ്പോഴും പത്രോസിന്റെ ഉള്ളിൽ കിടന്നിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് പത്രോസ് അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത് എന്ന് പറയുന്നത്. എന്നാൽ കർത്താവ് ശക്തമായ ഭാഷയിൽ വളരെ രൂക്ഷമായിട്ട് പത്രോസിനെ ശകാരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് എന്താ പറയുന്നത്? സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, കർത്താവിന്റെ പരീക്ഷയെ പറ്റി നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഏത് തരത്തിലാണ് തന്റെ ശുശ്രൂഷ ചെയ്യേണ്ടത് എന്നുള്ള ചിന്ത അവന്റെ ഉള്ളിൽ ഒരു ടെംപ്റ്റേഷൻ ആയിട്ട് വന്നതായിട്ട് നമ്മൾ പറഞ്ഞു. അതേ ടെംപ്റ്റേഷൻ തന്നെയാണ് ഇവിടെ. ഒരിക്കൽ സാത്താൻ തന്നോട് പറഞ്ഞ, അല്ലെ, കർത്താവിനോട് പറയുന്നുണ്ട്, എന്നെ വീണ് നമസ്കരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നിനക്ക് നൽകാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാത്താൻ പണ്ടൊരിക്കൽ തന്റെ അടുക്കൽ കൊണ്ടുവന്ന അതേ പരീക്ഷയും പ്രലോഭനവും തന്നെ വീണ്ടും പത്രോസിലൂടെ
വീണ്ടും തൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നത് കർത്താവിന് മനസ്സിലായി. അതുകൊണ്ടാണ് അവിടെ ശക്തമായ ഭാഷയിൽ സാത്താനെ എന്നെ വിട്ടുപോ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അവിടെ ശകാരിക്കുവാനായിട്ട് ഇടയാവുന്നത് എന്ന് നമുക്ക് ന്യായമായിട്ടും ചിന്തിക്കാം. കൈസരിയ ഫിലിപ്പിയിലെ ഈ സംഭവം പോലെ ഈ 6 മാസക്കാലത്തെ മറ്റു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മറുരൂപ മലയിൽ നടക്കുന്നതായ സംഭവം എന്ന് പറയുന്നത്. ഈ കൈസരിയ ഫിലിപ്പിയിലുള്ള ഇതിന് ശേഷം മറുരൂപ മലയിൽ വെച്ച് തൻ്റെ യഥാർത്ഥ അസ്തിത്വം വെളിപ്പെടുത്തേണ്ടത് ആവശ്യമായിരുന്നു. അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് 6 ദിവസം കഴിഞ്ഞ് 6 ദിവസത്തിന് ശേഷം കർത്താവ് 3 പേരെ കൂട്ടിക്കൊണ്ട്, ആരൊക്കെയാണ്? പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും, ഇവരെ 3 പേരെയും കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോകുന്നു. ഇത് ഏത് മലയാണെന്ന് അറിയത്തില്ല. ചില ആളുകൾ പറയുന്നുണ്ട് ഒരു താബോർ മലയാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ അതിനുള്ള സാധ്യത കുറവാണ്. കാരണം താബോർ മല അത് ഈ പറയുന്നത് പോലെ വളരെ ഉയർന്നതായ ഒരു മലയല്ല. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 1000 അടി മാത്രമാണ് അതിന്റെ ഉയരം. മാത്രവുമല്ല, ഇതിനു മുൻപ് കർത്താവിനെ നമ്മൾ കാണുന്ന കൈസരിയ ഫിലിപ്പിയിൽ നിന്ന് താബോർ മല വളരെ ദൂരത്തിലാണ്, ഒരുപാട് ദൂരെയാണ്. അതുകൊണ്ട് അതാവാനുള്ള സാധ്യത കുറവാണ്. പൊതുവെ നമുക്ക് ചിന്തിക്കുവാൻ സാധ്യത ഈ മല ഹെർമോൻ പർവ്വതമാണ് എന്നാണ് ചിന്തിക്കുവാനായിട്ട് കൂടുതൽ നമുക്ക് കുറച്ചുകൂടി പോസിബിലിറ്റി ഉള്ളത്. കാരണം ഹെർമോൻ പർവ്വതം വളരെ ഉയർന്നു നിൽക്കുന്നതായിട്ടുള്ള ഒരു പർവ്വതമാണ്. സമുദ്രനിരപ്പിൽ നിന്നും 9400 ഫീറ്റ് ആണ് അതിൻ്റെ, 9400 അടി ഉയരവും. യോർദാന്റെ സമതലത്തിൽ നിന്നും 11000 അടിയും അതിന് ഉയരമുള്ളത്. അപ്പോൾ ഉയർന്ന മല എന്നുള്ളത് ഹെർമോൻ പർവ്വതമാകുവാനുള്ള ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല, ഇതിനു മുൻപുള്ള കൈസരിയ ഫിലിപ്പിയിൽ നിന്നും അവിടേക്ക് ഏതാണ്ട് 14 മൈൽ മാത്രമേ ദൂരമുള്ളൂ. അപ്പോൾ ഈ ദൂരം ഈ 6 ദിവസം കൊണ്ട് കർത്താവ് സഞ്ചരിച്ച് അവിടേക്ക് പോയി എന്നാണ് കുറച്ചുകൂടി പോസിബിൾ ആയിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ആ മലയുടെ അങ്ങേ ഉയരം വരെ കർത്താവ് കയറി എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ആ മലയിലേക്ക് കയറി അതിൻ്റെ ഏതോ ഒരു ഭാഗത്ത് വെച്ചാണ് ഈ കർത്താവിന്റെ തേജസ്കരണം തുടർന്ന് നടക്കുവാനായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മളത് വായിക്കുമ്പോൾ ഇത് രാത്രിയിലാണ് നടക്കുന്നത് എന്ന് ഉള്ള ഒരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം ശിഷ്യന്മാരൊക്കെ വളരെ ക്ഷീണിച്ച് ഉറക്കം വരുന്നവരായിട്ട് അവരെ കാണുന്നുണ്ട്. അപ്പോൾ ശിഷ്യന്മാർ ഇടയ്ക്ക് കണ്ണു തുറന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്? കർത്താവിന്റെ മുഖം ആ ഇരുട്ടിലും രാത്രിയിലും സൂര്യനെ പോലെ പ്രകാശമുള്ളതായിട്ട് കർത്താവ് തേജസ്കരിക്കപ്പെട്ടതായിട്ട് കാണുന്നു, അല്ലെ? മറ്റ് റീഡിങ്സിൽ നമ്മൾ കാണുന്നുണ്ട് അവന്റെ വസ്ത്രം ഒരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയാതെ വണ്ണം വെണ്മയുള്ളതായി, പ്രകാശമുള്ളതായി എന്നൊക്കെ കാണുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ ദൈവത്വം, ഗ്ലോറി വെളിപ്പെടുന്നതായ അനുഭവമാണ്. ഇത് മാത്രമല്ല, കർത്താവിനോട് ചേർന്ന് ഏലിയാവും മോശയും നിന്നുകൊണ്ട് കർത്താവിനോട് സംസാരിക്കുന്നതും ശിഷ്യന്മാര് കാണുന്നുണ്ട്. ഏലിയാവ് എന്ന് പറയുന്നത് പ്രവാചകന്മാരിലെ വീരനാണ്. മോശ ന്യായപ്രമാണം കൊണ്ടുവന്ന ദൈവത്തിന്റെ അഭിഷിക്തന്മാരിൽ വളരെ പ്രധാനപ്പെട്ട യഹൂദന്മാർക്ക് വളരെ ആദരവോടെ കാണുന്ന വ്യക്തിയാണ്. രണ്ടുപേരുടെയും മരണം വളരെ വ്യത്യസ്തമാണ്. മോശ മരിച്ച അവന്റെ മൃതദേഹം ആരും കാണുന്നില്ല. ദൈവം നെബോ പർവ്വതത്തിൽ എവിടെയോ അവനെ അടക്കിയെന്നാണ് കരുതപ്പെടുന്നത്. ഏലിയാവ് ശരീരത്തോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതാണ് എന്ന് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. ഇങ്ങനെ സൂര്യനെ പോലെ ശോഭിച്ചു നിൽക്കുന്ന കർത്താവിനോട് ഏലിയാവും മോശയും വന്ന് സംസാരിക്കുന്നത് എന്താ? അവർ സംസാരിക്കുന്നത് കർത്താവ് നേരിടാൻ പോകുന്ന പീഡാനുഭവത്തെയും ക്രൂശീകരണത്തെയും മരണത്തെയും പറ്റി കർത്താവിനോട് സംസാരിക്കുകയും കർത്താവിനെ ബലപ്പെടുത്തുകയും ചെയ്യുന്നത് ശിഷ്യന്മാര് നേരിട്ട് അവിടെ വെച്ച് കാണുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിനുശേഷം പിന്നീട് പെട്ടെന്ന് മോശയും ഏലിയാവും അപ്രത്യക്ഷരാകുന്നു. കർത്താവിനെ മാത്രമാണ് പിന്നീട് ശിഷ്യന്മാർ കാണുന്നത്. ഉടനെ എന്ത് ചെയ്തു? ഒരു മേഘം വന്ന് അവരെ മൂടി എന്ന് പറയുന്നു. മേഘം ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ പ്രതീകമാണ് എന്ന് നമുക്കറിയാം. മേഘം വന്നവരെ മൂടുന്നു. മാത്രമല്ല, ആകാശത്ത് നിന്ന്, സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്നുള്ള ഒരു ശബ്ദവും ഉണ്ടായത് ഈ 3 ശിഷ്യന്മാരും കാണുന്നത് നമുക്ക് ഈ മറുരൂപ മലയിൽ കർത്താവിന്റെ തേജസ്കരണത്തിന്റെ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് കാണുവാനായിട്ട് സാധിക്കും. ഇതിനുശേഷം, ഈ സംഭവത്തിന് ശേഷം കർത്താവ് എന്നേക്കുമായിട്ട് ഗലീലയോട് വിട പറയുകയാണ്. പിന്നീട് ഒരിക്കലും കർത്താവ് ഗലീലയുടെ പ്രദേശത്തേക്കെങ്ങും മടങ്ങി വരുന്നില്ല. ഗലീലയിൽ നിന്ന് തെക്കോട്ട്, സൗത്ത് വേർഡ്സ് കർത്താവ് യാത്ര ചെയ്യുന്നു. ഈ യാത്ര അവസാനിക്കുന്നത് യെരുശലേമിലാണ്. ഏതാണ്ട് 6 മാസക്കാലം നീണ്ടു നിന്ന ഒരു യാത്രയാണ്. ഈ കാലത്ത് കർത്താവ് താൻ സഞ്ചരിച്ച ദേശത്തൊക്കെയും എന്ത് ചെയ്യുന്നു? ദൈവരാജ്യത്തെ പറ്റി പ്രസംഗിക്കുന്നു.
70 അറിയിപ്പുകാരെ കർത്താവ് തിരഞ്ഞെടുക്കുകയും ഈരണ്ട് പേരായിട്ട് അവരെ തനിക്ക് ചെന്നെത്തുവാൻ കഴിയാത്ത പല ദേശങ്ങളിലേക്കും അവരെ തനിക്ക് മുൻപായിട്ട് പറഞ്ഞയക്കുകയും ഒക്കെ ചെയ്യുന്നതൊക്കെ ഈ അവസരത്തിലാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ 70 അറിയിപ്പുകാര് ഈ 2 പേരായിട്ട് പല ദേശങ്ങളിൽ ചെന്ന് ദൈവരാജ്യം പ്രസംഗിക്കുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ഒക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് ശമരിയയുടെ അതിർത്തിയിലൂടെ യാത്ര ചെയ്യുന്നു. പെരിയ നാട്ടിലും യോർദാന്റെ തീരപ്രദേശങ്ങളിലും എഫ്രയീമിലും ബെഥാന്യയിലും ഒക്കെ ഈ 6 മാസക്കാലം കർത്താവ് യാത്ര ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ അവസാനമായിട്ട് ക്രൂശീകരണത്തിന്റെ സമയത്ത് അവസാനമായിട്ട് യെരുശലേമിലേക്ക് ചെന്നെത്തുന്നതിന് മുൻപ് 2 തവണ അതിന് മുൻപ് കർത്താവ് യെരുശലേമിലേക്ക് പോയിട്ട് മടങ്ങി വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്ന് ഒക്ടോബർ മാസം കൂടാര പെരുന്നാളിനോട് അനുബന്ധിച്ചാണ്, ഫെസ്റ്റിവൽ ഓഫ് ബൂത്ത്സ്. കൂടാര പെരുന്നാളിനോട് അനുബന്ധിച്ച് കർത്താവ് യെരുശലേമിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം ഡിസംബർ മാസത്തിൽ പ്രതിഷ്ഠോത്സവത്തിന്റെ സമയത്തും കർത്താവ്, ഫീസ്റ്റ് ഓഫ് ഡെഡിക്കേഷൻ, ആ സമയത്തും കർത്താവ് യെരുശലേമിലേക്ക് 2 തവണ പോയി മടങ്ങി വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മൂന്നാമതാണ് പിന്നെ അവസാനമായിട്ട് ക്രൂശീകരണത്തിന് വേണ്ടി കർത്താവ് യെരുശലേമിലേക്ക് പോകുന്നത്. ആദ്യം കർത്താവ് യെരുശലേമിലേക്ക് പോകുമ്പോൾ ഒക്ടോബർ മാസം കൂടാര പെരുന്നാളിനോടനുബന്ധിച്ച് പോകുമ്പോൾ അവന്റെ ശത്രുക്കൾ അവനെ പിടിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കർത്താവ് രക്ഷപ്പെട്ടു പോരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം ഈ പ്രതിഷ്ഠോത്സവത്തിനോടനുബന്ധിച്ച് പോകുമ്പോൾ കർത്താവിനെ എറിയുവാനായിട്ട് അവിടെ അവന്റെ ശത്രുക്കൾ കല്ലെടുത്തതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോഴേക്കും കർത്താവിനെതിരെയുള്ള എതിർപ്പ് വളരെ ശക്തമായിട്ട് വരികയാണ്. കർത്താവിനെ ദൈവപുത്രനെന്നോ മശിഹ എന്നോ വിശ്വസിക്കുന്നവരെ സിനഗോഗിൽ നിന്ന് പുറത്താക്കും, പള്ളി ഭ്രഷ്ടരാക്കും എന്നുള്ള കൽപ്പനയൊക്കെ ആ സമയത്തേക്കും പ്രമാണികൾ ഇറക്കുന്നുണ്ട്. അതിനോട് ചേർന്നാണ് യെരുശലേമിന്റെ തൊട്ടടുത്ത് ബെഥാനിയയിൽ വെച്ച് ലാസറിനെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. അതിനോട് ചേർന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, ലാസറിനെ കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് കണ്ടപ്പോൾ ഒരുപാട് ആളുകൾ അവനിൽ വിശ്വസിക്കുവാനായിട്ട് ഇടയായി. പക്ഷെ ഈ സംഭവം കൂടി ആയപ്പോൾ അവന്റെ ശത്രുക്കൾ ഇവനെ കൊന്നേ മതിയാവുകയുള്ളൂ എന്നുള്ള ആ തീരുമാനത്തിലേക്ക് എത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവിനെ മാത്രമല്ല ലാസറിനെ പോലും കൊല്ലണമെന്ന് അവര് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ഇവൻ ജീവിച്ചിരിക്കുന്നത് തങ്ങൾക്ക് നല്ലതല്ല, ഇവനെ കൊല്ലണമെന്ന് ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവത്തോടുകൂടി അവന്റെ ശത്രുക്കൾ തീരുമാനിക്കുന്നതായിട്ടും നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും.